Good afternoon. Good afternoon all. Last class we discussed the chapter hospital information basic. First we discussed the hospital information basic in the components. 11 components discussed. We discuss the benefits of hospital management system. In the hospital management system benefits. Discuss okay. Okay, benefits of management system patients hospital communication improve online service provide online so feedback appointments book medical records online access reminders next appointment lab test reminders communication online so hospital patient our communication improve communicate hospital patients communication improve data hospital medical related data safe secured hospital data software so computer software security provide personal information. We have a feeling of safe information safe feeling. Then improved access to patient data. Hospital authorized persons data just a few click in check the options and data access patient hospital admit emergency just a number of patient details computer screen so information start treatment start page number share you. Okay, reduce turnaround time. This turnaround time is സാധാരണ ഈ സമയം ഒത്തിരി കളയേണ്ട വരില്ല. turnaround time എന്ന് പറയുമ്പോൾ ഈ ഒരു മെഡിക്കൽ ഡാറ്റാസ് നമുക്കറിയാം അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ് അറിയാം. പണ്ട് പേപ്പർ ബേസ്ഡ് മെഡിക്കൽ റെക്കോർഡ് ആയിരുന്നു. അത് കളക്ട് ചെയ്യാന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ജോബാണ് അല്ലെ. ഒരുപാട് ബണ്ടിൽ ഓഫ് ഫയൽസ് സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു സ്റ്റോർ റൂം ഉണ്ടാവും. അതിൽ ആ നമ്പർ നോക്കി ആ പേഷ്യന്റ് ഫയൽ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ടാസ്ക് ആണ്. പക്ഷേ ഈ ടേൺ അറൌണ്ട് ടൈം ഈ തിരയുന്ന ഈ സമയം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറയ്ക്കാനായിട്ട് പറ്റും. കാരണം എന്താണ്? നമുക്ക് ജസ്റ്റ് ഫ്യൂ ക്ലിക്കില് കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്യുമ്പോഴേക്കും നമ്മളുടെ ഫ്രണ്ടിലെ എല്ലാ ഡാറ്റാസും ആ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററി ആവട്ടെ, ആ പേഷ്യന്റ് ഏതൊക്കെ അസുഖത്തിന് അലർജിക്ക് ആണ്, അത് ഏതൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് എന്നുള്ള എല്ലാ ഡീറ്റെയിൽസും എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു സ്ക്രീനിൽ ഡിസ്പ്ലേ ആകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻഫർമേഷൻസ് പെട്ടെന്ന് അസസ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്. നമ്മള് ഒരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് കുറച്ച് എന്താ പറയാ അറിയുന്ന ഒരു വ്യക്തി മാത്രം മതി. അപ്പോ എന്താണ് ഒത്തിരി എംപ്ലോയീസിന്റെ ലേബർ ഒന്നും വേണ്ട വരില്ല. കാരണം എന്താണ്? നമ്മൾ പഠിച്ചിട്ടുണ്ടാവും, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് മെഡിക്കൽ റെക്കോർഡ് എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകളാണ് അവിടെ വരുന്നത്. ഒരുപാട് പേപ്പേഴ്സ് ഫയൽ ചെയ്യണ കാര്യങ്ങളൊക്കെ ഇതിപ്പോ ഓട്ടോമാറ്റിക്കലി ആണ്. ഇപ്പൊ ലാബില് എന്ത് ചെയ്യുന്ന ജനറേറ്റ് ചെയ്യുന്ന എല്ലാ റിസൾട്ടും ഓട്ടോമാറ്റിക്കലി HMS നമ്മൾ എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യുക. അല്ലെങ്കിൽ അതിലേക്ക് എൻട്രി ആവാണ്, ഓട്ടോമാറ്റിക്കലി എൻട്രി ആവാണ്. സോ അവിടെ എന്താണ്? അഡ്മിനിസ്ട്രേഷൻ വർക്ക് അല്ലെങ്കിൽ ആ ഒരു ഓവർ ഹെഡ് കുറയാണ്. സോ ബാക്കിയുള്ള ടൈം നമുക്ക് എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇന്റലിജന്റ് അനലിറ്റിക്കൽ വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്. നമുക്ക് ജസ്റ്റ്
ഈ റിപ്പോർട്ട്സ് ഒക്കെ ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. നമ്മളുടെ ഫിനാൻഷ്യൽ ആവട്ടെ എന്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, HMSലേക്ക് എൻ്റർ ചെയ്യുന്നുണ്ട്. സോ ഇപ്പൊ ഫിനാൻഷ്യലി ആണ് വിചാരിക്കും, ഇപ്പൊ നമുക്കൊരു എന്താ പറയാ P&L അക്കൗണ്ടോ ബാലൻസ് ഷീറ്റോ വേണമെന്ന് വിചാരിക്കും. ജസ്റ്റ് നമ്മൾ ഡാറ്റാസ് എൻ്റർ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ് HMSന്റെ മറ്റൊരു ഫീച്ചർ ആണ്. സെൻട്രലൈസ്ഡ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. എല്ലാ വർക്കും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ ഇതുവഴി നമുക്ക് എഫിഷ്യൻസി കൂട്ടാനും എറേഴ്സ് കുറയ്ക്കാനും പേഷ്യൻസിന്റെ ഓവറോൾ പെർഫോമൻസ് നമുക്ക് കാണാനും പറ്റും. ഇനി നമ്മൾ കമ്പ്യൂട്ടർ ആണ്, മനുഷ്യർക്ക് ഹ്യൂമൻ ബീങ്സിന് തെറ്റ് വരാം അല്ലെ, മിസ്റ്റേക്ക് പറ്റാം. പക്ഷേ മെഡിക്കൽ എറേഴ്സ് കുറവായിരിക്കും. കാരണം എന്താണ്, ഈ സിസ്റ്റത്തിൽ എൻ്റർ ചെയ്തിരിക്കുന്ന ഡാറ്റാസ് ഒക്കെ കറക്റ്റ് ആയിരിക്കും. സോ ഇത് ചെക്ക് ചെയ്തിട്ട് ഡോക്ടർക്കാവട്ടെ നേഴ്സിനാവട്ടെ പേഷ്യൻസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വെരിഫൈ ചെയ്യാനൊക്കെ പറ്റും. അതനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. സോ കമ്പ്യൂട്ടർ മനുഷ്യർക്ക് മിസ്റ്റേക്ക് പറ്റാം, പക്ഷെ കമ്പ്യൂട്ടറിന് എന്ത് വരില്ല, അല്ലെ സോഫ്റ്റ്വെയറിന് എന്ത് വരില്ല, മിസ്റ്റേക്ക് വരുന്നില്ല. സോ നമുക്ക് ആ ഒരു റിസ്ക് കുറവാണ്. മിസ്ഡയഗ്നോസിസ്, ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ്, അഡ്വൈസ് ഡ്രഗ് ഇന്ററാക്ഷൻസ് അതൊക്കെ കുറയ്ക്കാൻ പറ്റും. കാരണം നമ്മളിപ്പോ ഒരു മെഡിസിൻ ടൈപ്പ് ചെയ്തു, അപ്പൊ ആ പേഷ്യന്റിന് അലർജറ്റിക് ആയിട്ടുള്ള മെഡിസിൻ ആണ്, അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ വന്നു, എന്ത് വന്നു, മെഡിസിൻ അലർജറ്റിക് ആണ് എന്ന് പറഞ്ഞിട്ട് നോട്ടിഫിക്കേഷൻ വന്നു. സോ ആ സമയത്ത് തന്നെ നമുക്ക് ഫിസിഷ്യന് ആ മെഡിസിൻ മാറ്റി അദ്ദേഹത്തിന് അലർജറ്റിക് അല്ലാത്ത മെഡിസിൻ എന്ത് ചെയ്യാൻ പറ്റും, പ്രിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. സോ മെഡിക്കൽ എറേഴ്സ് നമുക്ക് ഈ ഒരു HMS സിസ്റ്റം വഴി നമുക്ക് കുറയ്ക്കാനായിട്ട് പറ്റും. റെഡ്യൂസ് റീ അഡ്മിഷൻ ആൻഡ് റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. അപ്പോ റീ അഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും അഡ്മിറ്റ് ആവുക, അല്ലെങ്കിൽ റീ ഹോസ്പിറ്റലൈസേഷൻ, നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്ത് പേഷ്യന്റിനെ വിട്ടു വീണ്ടും ആ പേഷ്യന്റ് ട്രീറ്റ്മെന്റ് വേണ്ടി വരുന്നു, അതാണ് റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് കുറയ്ക്കാൻ പറ്റും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറക്റ്റ് ആയിട്ട് ഡയഗ്നോസിസ് ചെയ്ത് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ ഇതേപോലത്തെ റിസ്കുകൾ അല്ലെങ്കിൽ റീ അഡ്മിഷൻ എടുക്കേണ്ട ചാൻസ് നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം കറക്റ്റ് ആയിട്ട് ഡയഗ്നോസ് ചെയ്തു, അതിനുവേണ്ടി ട്രീറ്റ്മെന്റ് എടുത്തു, പേഷ്യന്റ് എന്താ പറയാ ഫുൾ ഹെൽത്തി ആയിട്ടായിരിക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നത്. അത് കൺഫേം ചെയ്തിട്ടായിരിക്കും ഡോക്ടേഴ്സ് ഡിസ്ചാർജ് സമ്മറി എഴുതുന്നത് അല്ലെങ്കിൽ ഡിസ്ചാർജ് ചെയ്യുന്നത്. സോ ഒരു HMS എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവറോൾ ഹോസ്പിറ്റലിലെ എല്ലാ ഏരിയ ആയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതില് ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം എന്തെല്ലാം ബെനിഫിറ്റ്സ് ആണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് പോയിന്റ് ആണ് ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ പേഷ്യന്റ് ആൻഡ് ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലും പേഷ്യന്റും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. 59 millions are willing to switch doctors for better online access. ഇപ്പോ 51% പേഴ്സണൽ ഇൽനെസ്സും ചില ആൾക്കാരും എന്താ പറയുന്നത്, ഡോക്ടേഴ്സ് ഓൺലൈനായിട്ട് അവർക്ക് എന്ത് ചെയ്താൽ മതി, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി എന്നുള്ളൊരു ഇതിലേക്ക് വരാണ്. ശരിക്കും പറഞ്ഞാൽ HMSന്റെ ഹെൽപ്പോട് കൂടി ഒരുപാട് റിമോട്ട് ഏരിയാസിലേക്കൊക്കെ, ഇപ്പം ഫ്ലഡ് ഒക്കെ നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോവിഡ് പോലത്തെ ക്രൈസിസിന്റെ ഒക്കെ സമയത്ത് നമുക്ക് ഒരുപാട് റിമോട്ട് ഏരിയാസിൽ പോലും എന്താ പറയാ ഡോക്ടേഴ്സിന്റെയും അല്ലെങ്കിൽ നല്ല എന്താ പറയാ ഫിസിഷ്യന്റെ ഒക്കെ സർവീസ് നമുക്ക് കിട്ടുന്നുണ്ട് ത്രൂ ഓൺലൈൻ ആക്സസ് ആണ്. ആൻഡ് HMS will enhance communication between patient and hospital by allowing patient to approach their medical record. അപ്പൊ പേഷ്യൻസും ഹോസ്പിറ്റലും തമ്മിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, HMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇതെങ്ങനെയാണ്, പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ റെക്കോർഡ് എപ്പോൾ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ ആ ഒരു HMSൽ കയറി ചെക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും, അവർക്ക് ഇനി എന്ന് ഡോക്ടറെ കാണാൻ പറ്റും, ഡോക്ടർ എന്നാണ് അവൈലബിൾ ആയിട്ടുള്ളത്, ഫിസിഷ്യൻ എന്നാണ് അവൈലബിൾ, എന്നാണ് അപ്പോയിന്റ് ചെയ്യേണ്ടത്, ഏത് ടൈമിൽ വേണം എന്നുള്ളത് അവർക്ക് ചെയ്യാനായിട്ട് പറ്റും. റിസീവ് റിമൈൻഡേഴ്സ്, നമ്മൾ അപ്പോയിന്റ്മെന്റ് ചെയ്താലും നമുക്ക് മെസ്സേജ് വരും, റിമൈൻഡേഴ്സ് വരും, ഇന്ന ടൈമിൽ ഇന്ന സമയത്ത് നമുക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ആയിട്ടുണ്ട്. ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഓൺലൈൻ വിത്ത് ദ ഡോക്ടേഴ്സ് ആൻഡ് നേഴ്സിന്. എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഓൺലൈൻ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡോക്ടേഴ്സിനെയും നേഴ്സിനെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് വരെ HMSൽ ഉണ്ട്. You will have enhanced patient engagement, reduce in waiting time and improved patient satisfaction. ഇത് എന്ത് ചെയ്യുന്നുണ്ട്, പേഷ്യൻസിന്റെ എൻഗേജ്മെന്റ് കൂട്ടുന്നുണ്ട്. കാരണം അവർക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. വെയിറ്റിംഗ് ടൈം, നമ്മൾ പേഷ്യൻസിന് കറക്റ്റ് സ്ലോട്ട് ടൈം, ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് കറക്റ്റ് ടൈം നമ്മൾ പ്രെഡിക്ട് ചെയ്യണമെങ്കിൽ ആ ടൈമിൽ ഡോക്ടർ വേറെ ആരെയും എന്ത് ചെയ്യില്ല, ട്രീറ്റ്മെന്റ് കൊടുക്കില്ല. സോ ആ ഒരു പേഷ്യന്റ് മാത്രമേ ആ ടൈമിൽ എന്ത് ചെയ്യുള്ളൂ,
ട്രീറ്റ്മെന്റ് പ്രൊവൈഡേഴ്സ്. സോ വെയിറ്റിംഗ് ടൈം ഇല്ല, കാരണം ഒരു പേഷ്യന്റ് ഇറങ്ങുന്ന വരെ നമ്മൾ എന്ത് ചെയ്യേണ്ട, വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. വെയിറ്റിംഗ് ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നത് തന്നെ പേഷ്യൻസിന്റെ ഇടയിൽ ഒരു മടുപ്പുളവാക്കും. അപ്പൊ അങ്ങനത്തെ ഒരു പ്രശ്നം ഇവിടെ വരുന്നില്ല, നല്ല HMS ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല. സോ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇന്ന് ഒരു 59% ഓഫ് പേഷ്യൻസ് പറയുന്നത് അവർക്ക് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മെഡിക്കൽ സർവീസ് ഓൺലൈൻ ആയിട്ടാണ് കൂടുതൽ പ്രിഫറബിൾ എന്ന് പറയുന്നത്. ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ പേഷ്യൻസിന് അവരുടെ മെഡിക്കൽ റെക്കോർഡ് എപ്പോൾ വേണമെങ്കിലും അക്സസ് ചെയ്യാം, അവരുടെ കൺവീനിയൻസിനനുസരിച്ച് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാം, റിമൈൻഡേഴ്സ് ഉണ്ടാവും. ഈ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡേഴ്സ് കിട്ടും. എമർജൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സിനോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ്, ഓൺലൈൻ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇതുവഴിയൊക്കെ നമുക്ക് പേഷ്യൻസിനെ കുറച്ചും കൂടെ പേഷ്യൻസിന് സാറ്റിസ്ഫാക്ഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതേപോലെ വെയിറ്റിംഗ് ടൈം ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, ഇനി സെക്യൂർഡ് ഹോസ്പിറ്റൽ ഡാറ്റ. നമ്മൾ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിൽ പ്രൊവൈഡ് ചെയ്യുന്ന ഡാറ്റാസ് ഒക്കെ സേഫും സെക്യൂർ ആണ്. കാരണം ഓരോ ഹോസ്പിറ്റലും അതിൻ്റെതായ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ടാവും അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ആൻഡ് HMS ഹെൽപ്പ് യു ടു മെയിൻറ്റെയിൻ ഹോസ്പിറ്റൽ ഡാറ്റ സേഫ് ആൻഡ് സെക്യൂർ. HMS പ്രൊവൈഡ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോസ്പിറ്റൽ കൊടുക്കുന്ന എല്ലാ ഡാറ്റാസും സേഫ് ആണ്, സെക്യൂർ ആണ്. You can control and provide access to authorized persons only. നമുക്ക് അതിൽ ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ആ ഒരു ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അക്സസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. മേക്ക് ഷുവർ ടു ലുക്ക് അറ്റ് HIPAA കംപ്ലയൻസ് സോഫ്റ്റ്വെയർ ഫോർ PHI സെക്യൂരിറ്റി. അപ്പൊ നമ്മൾ ഈ ഒരു ആക്ട് പ്രകാരം എന്ത് ചെയ്യണം, PHI സെക്യൂരിറ്റി എല്ലാ സോഫ്റ്റ്വെയർസിലും എന്ത് ചെയ്യേണ്ടതുണ്ട്, ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ നമ്മൾ നോക്കാം. HIPAA എന്താണ്? HIPAA എന്ന് എഴുതണം. ഹെൽത്ത് ഇൻഷുറൻസ് എഴുതാൻ എല്ലാവർക്കും. ഹെൽത്ത് ഇൻഷുറൻസ് ഞാൻ ടൈപ്പ് ചെയ്യാം. ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊബബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട് എന്താണ്? HIPAA എന്താണ്? ഹോസ്പിറ്റൽ ഹെൽത്ത് കേട്ടോ, എന്റെ മിസ്റ്റേക്ക് വരുന്നതാണ്. ഹെൽത്ത് ഇൻഷുറൻസ് portability and accountability ആക്ട് ആണ് കേട്ടോ. ഓക്കെ, ഹെൽത്ത് ഇൻഷുറൻസ് ആൻഡ് അക്കൗണ്ടബിലിറ്റി ആക്ട്. അത് ആ ക്യാപിറ്റൽ ലെറ്റർ HIP അക്കൗണ്ടബിലിറ്റിയുടെ എയും പിന്നെ ആക്ടിന്റെ എയും ക്യാപിറ്റൽ ലെറ്റർ കൊടുക്കുക കേട്ടോ. അങ്ങനെയാണ്. ഓക്കെ, ഈ ഒരു ആക്ട് പ്രകാരം നമ്മളുടെ എന്താണ് PHI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ ആണ് PHI എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്ത് ഇൻഫർമേഷൻസ് നല്ലൊരു കോമ്പറ്റന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ വഴി നമ്മൾ എന്ത് ചെയ്യണം, പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യണം. PHI എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ കേട്ടോ, പ്രൊട്ടക്റ്റഡ് ഹെൽത്ത് ഇൻഫർമേഷൻ. അപ്പൊ നമ്മൾ സേഫ് ആയിട്ട് സെക്യൂർഡ് ആയിട്ട് വേണം നമ്മളുടെ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡാറ്റാസും എന്ത് ചെയ്യാനായിട്ട്, പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സൂക്ഷിച്ച് കറക്റ്റ് ആയിട്ട് നമ്മൾ സെക്യൂർഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ, ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസ് മാത്രമേ അതെന്ത് ചെയ്യാനുള്ള അധികാരമുള്ളൂ, അസസ് ചെയ്യാനുള്ള അധികാരമുള്ളൂ. പ്രൊട്ടബിലിറ്റി ഞാൻ ചെയ്തിട്ടാണോ? P ആണ് കേട്ടോ, എന്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. PORTABILITY കേട്ടോ. ഞാൻ ആ P അടിച്ചത് B വന്നിരിക്കണേ, സോറി എന്റെ മിസ്റ്റേക്ക് ആണ്, ടൈപ്പിങ്ങിന്റെ മിസ്റ്റേക്ക് ആണ്, പെട്ടെന്നല്ലേ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ അത് ചോദിക്കാറുണ്ട്, എക്സാമിന് ചോദിക്കാറുണ്ട്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഇപ്പോഴും ഈ ഒരു ഭാഗത്ത് ചോദിക്കാറുണ്ട്, വളരെ ഇമ്പോർട്ടന്റ് ആണ്, നോക്കാം. ഇനി ഇംപ്രൂവ്ഡ് അക്സസ് ടു പേഷ്യന്റ് ഡാറ്റ. സോ
പെട്ടെന്ന് നമുക്ക് പേഷ്യൻസിന് എമർജൻസി ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് വരാണെങ്കിൽ ആ പേഷ്യൻസിന്റെ ഡാറ്റാസ് നമുക്ക് ഡോക്ടേഴ്സിനോ അല്ലെങ്കിൽ നേഴ്സിനോ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് ഫ്യൂ ക്ലിക്ക്, ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ അസസ് ചെയ്യാൻ പറ്റുള്ളൂ. ജസ്റ്റ് ഫ്യൂ ക്ലിക്കിനുള്ളിൽ പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡാറ്റാസും നമ്മുടെ സിസ്റ്റത്തിൽ ഓട്ടോമാറ്റിക്കലി എന്താവാണ്, ഓപ്പൺ ആയി വരാണ്. സോ നമുക്ക് അതനുസരിച്ച് പേഷ്യൻസിലേക്ക് കറണ്ട് എന്താണ് പ്രശ്നം, അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റും. You can have easy entrance to all patient-related data on a system using an HMS. HMS യൂസ് ചെയ്ത് നമുക്ക് ഈസിലി പേഷ്യൻസിന്റെ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസിസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. You can also approach data such as patient history, doctors engaged, test result, billing details, and much more with just a few clicks. പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഹിസ്റ്ററിയും ഏതൊക്കെ ഡോക്ടേഴ്സ് ആണ് അതിൽ എൻഗേജ്ഡ് ആയിട്ടുള്ളത്, ട്രീറ്റ്മെന്റ് ഏത് ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റ് ആണ് ആ പേഷ്യന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്, അതേപോലെ മുമ്പത്തെ ടെസ്റ്റ് റിസൾട്ടുകൾ എന്തൊക്കെയാണ്, ബില്ലിംഗ് ഡീറ്റെയിൽസ്, ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഫ്യൂ ക്ലിക്കിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഫ്യൂ ക്ലിക്കിനുള്ളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്താണ് റെഡ്യൂസ് ടേൺ അറൌണ്ട് ടൈം. ഞാൻ പറഞ്ഞു മുമ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പേഷ്യന്റിന്റെ ഫയൽ കളക്ട് ചെയ്യാന്ന് വെച്ചാൽ വളരെ ഹെവി ആയിട്ടുള്ള ടാസ്ക് ആണ്. കാരണം നമ്മൾ ഈ ഫയല് അതിന് നമ്പർ എടുക്കുന്നു, ആ നമ്പർ നോക്കി മെഡിക്കൽ റെക്കോർഡ് ഡിപ്പാർട്ട്മെന്റിൽ അത് ചെക്ക് ചെയ്യുന്നു, ആ ഫയൽ കളക്ട് ചെയ്യുന്നു. ചിലപ്പോൾ പഴയ ഡാറ്റാസ് ചിലപ്പോൾ നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്, ഓർ മിസ് ആവാനുള്ള മിസ്സിംഗ് റെക്കോർഡ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, മെഡിക്കൽ റെക്കോർഡിൽ മിസ്സിംഗ് റെക്കോർഡ് മിസ്സായി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ടേൺ അറൌണ്ട് ടൈം HMS ഉണ്ടെങ്കിൽ ടേൺ അറൌണ്ട് ടൈം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെഡ്യൂസ് ചെയ്യാൻ പറ്റും. നോക്കാം, നമുക്ക് ഇങ്ങനെ എന്താ പറയാ എക്സ്ട്രാ ആയിട്ട് എടുക്കുന്ന, നമുക്ക് ഈ ഒരു മെഡിക്കൽ റെക്കോർഡൊക്കെ തിരയാൻ വേണ്ടി എടുക്കുന്ന ടൈം നമുക്ക് കുറയ്ക്കാൻ പറ്റും. കാരണം എന്താണ്, ജസ്റ്റ് ഫ്യൂ ക്ലിക്ക് നമ്മൾ ആ ഒരു എന്താ പറയാ ആ ഒരു അഡ്മിഷൻ നമ്പർ ക്ലിക്ക് ടൈപ്പ് ചെയ്ത് എൻട്രി ചെയ്യുമ്പോൾ തന്നെ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടും. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഒരു പ്രാവശ്യം ഈ ഇടയ്ക്ക് ഒരു 3 മാസം കണ്ടായിട്ടുള്ളൂ, ഞാൻ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടാ, 3-4 മാസമായിട്ടാ ഞാൻ മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി. ആ സമയത്ത് ആൾക്ക് ചെവി വേദനയായിരുന്നു, ഇയർ ഇൻഫെക്ഷൻ വന്നിട്ടായിരുന്നു ആ പ്രശ്നം വന്നത്. ഭയങ്കര പെട്ടെന്ന് ഹരിയപ്പായിട്ടൊക്കെ പോയത്, പെട്ടെന്ന് കുട്ടി കരച്ചിലുണ്ടെങ്കിൽ ഞാൻ വേഗമാണ് പോയത്. അപ്പൊ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി, ഈ കാർഡ് ഉണ്ടല്ലോ, വേറെ കാർഡ് ഉണ്ട്, നമുക്ക് കാർഡ് തരും. അപ്പൊ ആ കാർഡ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ കുട്ടിയിലേക്ക് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുള്ളതാണ്, പക്ഷെ കാർഡ് എടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞു. മുമ്പ് ചെല്ലുമ്പോൾ അവർ കാർഡ് എടുത്തില്ലെങ്കിൽ കഴുക്ക് പറയുമായിരുന്നു. അപ്പൊ അവിടുത്തെ പുതിയ റിസപ്ഷനിസ്റ്റ് ആണ്, എന്നോട് പറഞ്ഞു നോ പ്രോബ്ലം മാം, ഫോൺ നമ്പറും കുട്ടിയുടെ പേരും പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. ഞാൻ വിചാരിച്ചു ഞങ്ങളുടെ ഏരിയ ഞാനത് കുറച്ച് എന്താ പറയാ അധികം ഇംപ്രൂവ്മെന്റ് ഒന്നും ആയിട്ട് വരുന്നില്ല ഞങ്ങളുടെ ഇവിടത്തെ ഹോസ്പിറ്റൽ. ഇപ്പം ആസ്ട്രൊക്കെ പോലത്തെ ഹോസ്പിറ്റൽ പോലെയല്ല, ചെറിയൊരു ഹോസ്പിറ്റലാണ് ഞാൻ പോയത്, ചെറിയ ഹോസ്പിറ്റലാണ്. ഞാൻ പോയപ്പോ സ്ഥിരമായിട്ട് അവിടെ കുട്ടീനെ കാണിക്കുന്നത്. ഞാൻ പറഞ്ഞു ഞാൻ കാർഡ് എടുക്കാൻ വിട്ടുപോയി പറഞ്ഞപ്പോ അവര് പറഞ്ഞു കുഴപ്പമില്ല, നോർമലി ഫോൺ നമ്പർ തന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ ഫോൺ നമ്പർ പറഞ്ഞു കൊടുത്തു. ഞാൻ അപ്പൊ ആലോചിച്ചു ഇങ്ങനെ ഇവര് ഇത്രയും ഇതിൽ നിന്ന് ഇത്രയും റെക്കോർഡിൽ നിന്ന് കുട്ടിയുടെ ഇത് കളക്ട് ചെയ്തെടുക്കാന്ന് തോന്നി. ഞാൻ കുറെ ടൈം എടുക്കുമായിരിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ വെയിറ്റ് ചെയ്യാണ്. കാരണം കുട്ടിക്ക് ഭയങ്കര വേദനയാണ്, വേറെ എന്തെങ്കിലും പോണോ എന്നൊക്കെ ചിന്തിക്കാം. പക്ഷെ അവര് അപ്പൊ തന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൽ അത് സോഫ്റ്റ്വെയറിൽ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യണം കണ്ടു, വേദ എന്നല്ല പേര്, ഫാദറിന്റെ പേര് ഇതല്ലേന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അതേ എന്ന് പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞതാണ് അവരുടെ സോഫ്റ്റ്വെയറിലേക്ക് എല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്, എൻട്രി ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് സോഫ്റ്റ്വെയറിൽ HMS വഴി എവിടെ നിന്ന് വേണമെങ്കിലും അക്സസ് ചെയ്യാൻ പറ്റും. സോ അപ്പൊ പെട്ടെന്ന് അങ്ങനെ ഒരു ഹെൽപ്പ് കിട്ടിയത് കൊണ്ട് വളരെ എളുപ്പമായിരുന്നു കേട്ടോ. എന്നുവെച്ചാല് ജസ്റ്റ് ആ ഒരു ഫോൺ നമ്പർ ടൈപ്പ് ചെയ്ത്, അഡ്മിഷൻ നമ്പർ പോലും എനിക്ക് ഓർമ്മയില്ലാത്തില്ല, നമ്മുടെ ഫോൺ നമ്പറും ടൈപ്പ് ചെയ്തു, ജസ്റ്റ് എൻട്രി കൊടുത്തപ്പോഴേക്കും ആളുടെ ഡീറ്റെയിൽസ്, ആ ഒരു ഫോൺ നമ്പറിൽ ആരൊക്കെ അഡ്മിഷൻ എടുത്തിട്ടുണ്ടോ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അതിൽ വന്നു. അപ്പൊ വേദനയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ഒരു പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിക്കുകയാണ്, മുമ്പ് നമ്മൾ പോകുന്നത് എങ്ങനെയാണ്, നമ്മൾ ചീട്ട് എടുക്കുന്നു, നോർമലി ആ ചീട്ടും കൊണ്ടാണ് ഡോക്ടറിനെ കാണാനായിട്ട് പോകുന്നു, ഡോക്ടറുടെ ക്യാബിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ ക്യൂ നിൽക്കുന്നു, ദെൻ ആ ലിസ്റ്റ് വിളിക്കുന്നു, നമ്മൾ പോകുന്നു, ട്രീറ്റ്മെന്റ് എടുക്കുന്നു, ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു, എന്നുവെച്ചാല് കുട്ടീനെ കൺസൾട്ട് ചെയ്യുന്നു, പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നു, നമുക്ക് തരുന്നു, നമ്മൾ ഫാർമസി പോയി വാങ്ങിക്കുന്നു.
പക്ഷേ ഞാൻ കുട്ടിനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ വളരെ ചേഞ്ചസ് ആണ് സംഭവിച്ചത്. കാരണം ഞാൻ ആദ്യം തന്നെ ഇവിടെ ചീട്ട് തന്നില്ല ഞങ്ങൾക്ക് അവര്. ഞങ്ങളോട് പറഞ്ഞു പൊക്കോളാൻ പറഞ്ഞു, അവിടെയാണ് ക്യാബിൻ, ഇന്നത്തെ സൈഡിലാണ്, ഇത്രാമത്തെ നമ്പറാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു ഇത് വേണ്ടേന്ന് ചോദിച്ചു, ചീട്ട് വേണ്ടെന്ന് ചോദിച്ചു. നമ്മൾ ഈ എല്ലോനോ നിങ്ങൾ പൊക്കോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചാൽ എന്തൊക്കെയാണോ ചീട്ട് കൊണ്ടുവരെ ഇരിക്കും, വേറെ ആരെങ്കിലും വിട്ട് കൊണ്ടുവരെ ഇരിക്കും എന്ന് ചോദിച്ചു. ഞാൻ ചെന്നപ്പോഴേക്കും ഡോക്ടർ അകത്തോട്ട് വന്നോളാൻ പറഞ്ഞു. അപ്പോഴും ഞാൻ ഈ ചീട്ട് കാണുന്നില്ല. നിങ്ങളോട് ചീട്ടോ അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങള് കുട്ടിയുടെ കാര്യങ്ങളും ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ ഡോക്ടർ ജസ്റ്റ് കുറച്ചു നേരം എന്താ പറയാ സിസ്റ്റത്തില് ഡോക്ടറുടെ ഫ്രണ്ടിൽ ഒരു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു. ആ ലാപ്ടോപ്പിലാണ് എന്ത് ചെയ്തത് പ്രിസ്ക്രിപ്ഷൻ എഴുതുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഒത്തിരി മാറ്റങ്ങൾ. നമ്മൾ പണ്ട് നമ്മൾ അറിയില്ലേ ഡോക്ടേഴ്സിന്റെ ഹാൻഡ് റൈറ്റിംഗ് ഒട്ടും മനസ്സിലാകില്ല എന്നൊക്കെ, അതിന്റെ പ്രശ്നം പോലും ഇല്ല. ഡോക്ടർ ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഓൺലൈൻ ഇത് സിസ്റ്റത്തില് എന്ത് ചെയ്യാണ് ഈ പ്രിസ്ക്രിപ്ഷൻ ഒക്കെ എഴുതി ടൈപ്പ് ചെയ്ത് അയച്ചു, ഫാർമസിയിലേക്ക് അയച്ചു. ഞാൻ ചോദിച്ചു ഇതോ ചീട്ടോ ചോദിച്ചു, ഡോക്ടറിനോട് ചോദിച്ചു. ഡോക്ടറാണ് എഴുതിയിരിക്കുന്നത് ജസ്റ്റ് ചോദിച്ചു. പറഞ്ഞില്ല, ഫാർമസിയിൽ പോകുമ്പോൾ അവിടുന്ന് മെഡിസിൻ കളക്ട് ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് വേറൊരു ഡീറ്റെയിൽസ് ഇല്ല, ഞാൻ കുട്ടിയുടെ പേര് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഫാർമസി ചെന്നപ്പോ എന്താണ്, ഫാർമസിയിൽ വിളിച്ചിരിക്കുക, പേര് വിളിക്കാണ് വേദ. ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറഞ്ഞു പ്രിസ്ക്രിപ്ഷൻ വന്നോ എന്ന് ചോദിച്ചു. ഇല്ല, അത് ഇപ്പൊ പുതിയതായിട്ട് അവിടെ വെച്ചാൽ അവിടെ ചെന്നാൽ പറഞ്ഞത് ഞങ്ങളിപ്പോ HMSലേക്ക് മാറി, ഇങ്ങനെ സോഫ്റ്റ്വെയർ വഴിയാണ് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഓൺലൈനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഡോക്ടർ പ്രിസ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്, ഇങ്ങനെ മെഡിസിൻസ് ആണ് കഴിക്കേണ്ടത്, അപ്പൊ ടൈം പീരീഡും കാര്യങ്ങളും ഒക്കെ ഡീറ്റെയിൽസ് ആയിട്ട് അവരോട് പറഞ്ഞു തന്നു. സോ ഒത്തിരി ടൈം ലാഗ് അല്ലെങ്കിൽ ഒത്തിരി എടുക്കുന്ന ആ ടൈം കുറയ്ക്കാനായിട്ട് ഈ HMS ഹെൽപ്പ് ചെയ്തു. അപ്പം ഡോക്ടർ ചെയ്തെന്താണ് ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതിയത് വെച്ചാൽ നമുക്ക് റിട്ടേൺ ആയിട്ടല്ല പ്രിസ്ക്രൈബ് ചെയ്തത്, എന്താണ് ഈ പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു. അത് അവിടെ നിന്ന് മിസ്റ്റേക്ക് ഒന്നും വരുന്നില്ലല്ലോ. ഈ പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ തന്നെ ഏതെങ്കിലും മെഡിസിൻ അലർജറ്റിക് ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും മെഡിസിൻസ് ഇല്ലെങ്കിൽ അതപ്പൊ തന്നെ ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പം ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നത് അതും ഞങ്ങളുടെ അടുത്ത് ഇത്രയും നാള് മാറ്റമൊന്നും ഇല്ലാണ്ട് നമ്മൾ നോർമലി എങ്ങനെയായിരുന്നോ പോരുന്നത് അതേപോലെ പോരുന്നൊരു ഹോസ്പിറ്റലാണ്. പെട്ടെന്നാണ് അവർ ഈ മാറ്റങ്ങൾ വരുന്നത്. സോ ഇന്ന് ഭൂരിഭാഗം ഹോസ്പിറ്റൽസും ഈ HMS സിസ്റ്റത്തിലേക്ക് എന്ത് ചെയ്യാണ്, അഡാപ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കാം. നിങ്ങൾ ചുറ്റുപാടുമുള്ള ഏതെങ്കിലും ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ അവരിപ്പോഴും പേപ്പർ ബേസ്ഡ് മെഡിക്കൽ റെക്കോർഡാണ് യൂസ് ചെയ്യുന്നത്, ഓർ എന്താ പറയാ ഇലക്ട്രോണിക് മെഡിക്കൽ റെക്കോർഡാണ് യൂസ് ചെയ്യുന്നത്. എനിക്കതൊരു പുതിയ അറിവായിരുന്നു. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതില് പുറത്തൊക്കെ ഹോസ്പിറ്റൽ അങ്ങനെയാണ്, ആസ്ട്ര അല്ലെങ്കിൽ എയിംസ് ഒക്കെ പോലത്തെ ഹോസ്പിറ്റൽ അങ്ങനെയാണെന്ന് നമുക്കറിയാം. പക്ഷെ നമ്മുടെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ ഇത്രയും മാറ്റം വന്നത് എനിക്ക് ചെറിയൊരു എന്താ പറയാ ഒരു അത്ഭുതം പോലെ തോന്നി. കാരണം പെട്ടെന്ന് ചേഞ്ചസ് വന്നത്. കാരണം അതിന് മുമ്പ് ഞാനൊരു 6 മാസം മുമ്പ് അവരുടെ ട്രീറ്റ്മെന്റ് പോയപ്പോൾ പോലും ഈ ചേഞ്ചസ് ഉണ്ടാവില്ല, പെട്ടെന്നായിരുന്നു ഇങ്ങനൊരു ചേഞ്ചസ് വന്നത്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് എന്തായിരുന്നു, ടേൺ അറൌണ്ട് ടൈം റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റി. Streamline your hospital workflow by automating routine job like appointment or stock management. This decreases the time and effort required to perform the job and the turnaround time. It helps the hospital staff to focus more critical patient care area. എന്താ പറയണേ, ഇതേപോലത്തെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ആയിട്ടുള്ള ജോബ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോയിന്റ്മെന്റ്സും അതേപോലെ സ്റ്റോക്ക് മാനേജ്മെന്റ്സും എല്ലാം ഓൺലൈനായിട്ട് ഓട്ടോമാറ്റിക്കലി ചെയ്യാനായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ടൈമും എഫേർട്ടും കുറയ്ക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ജോബ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും, നമ്മളുടെ ടേൺ അറൌണ്ട് ടൈം കുറയ്ക്കാം, എഫേർട്ട് കുറയ്ക്കാം. അപ്പൊ ഹോസ്പിറ്റലിലുള്ള സ്റ്റാഫുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യന്റ് കെയർ ഏരിയാസിലേക്ക് ഫോക്കസ് ചെയ്യാനും അവിടെ നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യാനും പറ്റും. പിന്നെ കോസ്റ്റ് എഫക്റ്റീവ് ആണ്, ശരിയാണ് കേട്ടോ. കാരണം ഒരു സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ കുറച്ച് കോസ്റ്റ് വരുന്നുണ്ടെങ്കിലും പിന്നീട് നമുക്കത് ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ട്. കാരണം പിന്നീട് നമുക്ക് ആ ഒരു കോസ്റ്റ് എന്താ പറയാ വീണ്ടും നമുക്ക് ആ ചെലവ് വരുന്നില്ല. ഒരു എംപ്ലോയിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എല്ലാ മാസവും എന്ത് ചെയ്യേണ്ടി വരും, സാലറിയോ വേജോ അങ്ങനെ ഇൻസെന്റീവ് ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ ഒരുപാട് പൈസ പോകുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യണം, മെഡിക്കൽ റെക്കോർഡിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ബിൽഡിംഗ് മെയിൻറ്റെയിൻ ചെയ്യണം, അത് റെക്കോർഡുകൾ സേഫ് ആയിട്ടിരിക്കണം. അതിനുവേണ്ടി ഒത്തിരി കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ നമ്മൾ ഒരു പ്രാവശ്യം HMS ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മുടെ ഹോസ്പിറ്റലിൽ HMS സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് വീണ്ടും ചെലവ് വരുന്നില്ല. അതിന് മെയിൻ്റെനൻസ് കോസ്റ്റ് മാത്രമേ വരുന്നുള്ളൂ, അല്ലാതെ എക്സ്ട്രാ ചെലവുകളൊന്നും വരുന്നില്ല. Introducing an HMS can lead to significant cost saving for hospital. ഒരു HMS ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിന്റെ കോസ്റ്റ് ഒരു പരിധി വരെയും കുറയ്ക്കാൻ പറ്റും.
ഇനി ഹെൽപ്പ് ബൈ റെഡ്യൂസിങ് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ്, നമുക്ക് അഡ്മിനിസ്ട്രേറ്റീവ് ഓവർഹെഡ് കുറയ്ക്കാം. എൻഹാൻസിങ് റിസോഴ്സ് അലോക്കേഷൻ, അപ്പോ അവിടെ ഉള്ള സ്റ്റാഫുകളൊക്കെ ഉണ്ടാവില്ലേ, അപ്പൊ അതിനൊക്കെ നല്ല രീതിയിൽ അലോക്കേറ്റ് ചെയ്യാം. ആൻഡ് റെഡ്യൂസിങ് വേസ്റ്റേജ് ഓഫ് മെഡിക്കൽ സപ്ലൈ, നമ്മൾ മെഡിക്കൽ സപ്ലൈസ് ഒക്കെ കറക്റ്റ് ടൈമിൽ എന്ത് ചെയ്താൽ മതി, ഓർഡർ ചെയ്താൽ മതി. അപ്പൊ അതിന്റെ അങ്ങനെ എന്താ പറയാ, ഓവറായിട്ട് ഓർഡർ ചെയ്യുന്നു, അതിന്റെ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഓവർലോഡ് അല്ലെങ്കിൽ ഓവറായിട്ട് ഓർഡർ ചെയ്ത് എക്സ്പയറി കഴിഞ്ഞ് പോകുക, അങ്ങനത്തെ പ്രശ്നമൊന്നും, കറക്റ്റ് ടൈമിൽ തന്നെ ഓർഡർ ചെയ്താൽ മതി. അപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ HMS ഉള്ളതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നല്ല രീതിയിൽ കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ആൻഡ് HMS ക്യാൻ ഓൾസോ മാക്സിമൈസ് റവന്യൂ സ്ട്രീം ബൈ മേക്കിംഗ് ഷുവർ ടൈംലി ബില്ലിംഗ് ആൻഡ് റെഡ്യൂസ് ക്ലെയിം ഡിലേസ്. അപ്പൊ നല്ലൊരു HMS സിസ്റ്റം ഉണ്ടെങ്കിൽ നമുക്ക് ടൈംലി ബില്ലിംഗ് ഒക്കെ ആപ്ലിക്കബിൾ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കി, മുമ്പില്ലേ അതേപോലെ തന്നെ ക്ലെയിം മുമ്പൊക്കെ നമ്മള് എന്താണ് പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു വീക്ക്ലി ക്യൂ ക്യാഷ് കൗണ്ടറിൽ കുറെ പൈസയൊക്കെ ആയിട്ട് നമ്മൾ ബില്ലൊക്കെ ആയിട്ട് പോയി നിന്ന് പേ ചെയ്യുന്നതാണ് നമ്മളുടെ ഓർമ്മയിൽ ഹോസ്പിറ്റലൊക്കെ പോയി കഴിഞ്ഞാൽ. പക്ഷെ ഇന്ന് അവിടെ കുറച്ച് വ്യത്യാസമുണ്ട്. ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്യാം, QR സ്കാൻ ചെയ്യാം, എന്ത് ചെയ്യാം, ബില്ല് പേ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ ഓരോ കാര്യങ്ങളുടെയും ബില്ല് അപ്പൊ തന്നെ പേ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഒക്കെ അവൈലബിൾ ആണ്. ഓൺലൈനായിട്ട് നമുക്ക് ബിൽ പേയ്മെന്റും എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ ടൈമിനായിട്ട് ബിൽ പേ ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ വരുന്നു. അതേപോലെ നമുക്ക് ക്ലെയിം ഡിനൈലൊക്കെ ഉണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനിയാണ് നമുക്ക് ക്ലെയിം അപ്രൂവ് ചെയ്യുന്നത്. ഇനി അവര് ക്ലെയിം അപ്രൂവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമുക്കത് പെട്ടെന്ന് പേഷ്യന്റിനെ ഇൻഫോം ചെയ്യാനും പേഷ്യന്റിന് അതിന് വേണ്ട കാര്യങ്ങൾ, ഇനി അടുത്ത് എന്തെങ്കിലും ഫോർമാലിറ്റീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരോട് പറയാനൊക്കെ ഉള്ള ടൈം കിട്ടുന്നുണ്ട്. അപ്പൊ ക്ലെയിം ഡിലേസ് കുറയാനും ഇൻഷുറൻസ് കമ്പനിയായിട്ട് നല്ല രീതിയിൽ നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പോ ഒരു പേഷ്യന്റ് നമ്മുടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ നമ്മളുടെ അടുത്ത് നിന്ന് ഇൻഫർമേഷൻ ആർക്ക് പോകും, ഇൻഷുറൻസ് കമ്പനിക്ക് പോകും. ഇങ്ങനെ പേഷ്യന്റ് എന്തായിട്ടുണ്ട്, നമ്മൾ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നമ്പറാണ് പോളിസി നമ്പർ, ക്ലെയിം വരുന്നുണ്ടെന്നൊക്കെ നമുക്ക് ഇൻഫർമേഷൻ പോകുന്നു, അവർ അപ്രൂവ് ചെയ്യുന്നു. പെട്ടെന്നായിരിക്കും ആ ഒരു ക്ലെയിം ഡിലേയിൽ നിന്നും കുറവായിരിക്കും. പിന്നെ ടൈം കറക്റ്റ്ലി നമുക്ക് ടൈംലി ബില്ലിംഗ് ഒക്കെ ആപ്ലിക്കബിൾ ആവും. അപ്പോൾ നമ്മൾ 5 ബെനിഫിറ്റ്സ് ആണ് ഇവിടെ നോക്കിയത്. എന്തെല്ലാമാണ്? ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ പേഷ്യന്റ് ആൻഡ് ഹോസ്പിറ്റൽ, പേഷ്യന്റും ഹോസ്പിറ്റലും തമ്മിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. നമ്മളുടെ ഹോസ്പിറ്റലിൽ കൊടുത്തിട്ടുള്ള ഡാറ്റാസ് ഒക്കെ നല്ല സെക്യൂർഡ് ആയിരിക്കും. പേഷ്യൻസിനെ എപ്പോൾ വേണമെങ്കിലും ഡാറ്റാസ് അക്സസ് ചെയ്യാൻ പറ്റും. അതേപോലെ ടേൺ അറൌണ്ട് ടൈം, സെർച്ച് ചെയ്യാനും തിരയാനുള്ള ടൈമൊന്നും വേണ്ട വരില്ല. കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ, HMS ഉണ്ടെങ്കിൽ ഒത്തിരി കോസ്റ്റ് ബെനിഫിറ്റ്സ് ഉണ്ട്. ഓക്കെ, ഈ 5 പോയിന്റ് ഒന്ന് റീഡ് ചെയ്തേ. 5 പോയിന്റ് റീഡ് ചെയ്തേ.
ഓക്കെ, അപ്പോ 5 പോയിന്റ്സ് ആണ് ഡിസ്കസ് ചെയ്ത് എല്ലാവരും റീഡ് ചെയ്തല്ലോ. മനസ്സിലായോ 5 പോയിന്റ്സ്? അപ്പോ ഇനി ഇന്റലിജന്റ് അനലിറ്റിക്കൽ വിത്ത് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് റിപ്പോർട്ട്സ്, നമ്മൾ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരുപാട് ഫാക്ടേഴ്സ് ഡിസ്കസ് ചെയ്തിരുന്നു അല്ലെ, കമ്പോണൻസ് ഓഫ് HMSന്റെ കാര്യത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ ഈ റിപ്പോർട്ട്സ് ഒക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കലി ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നമ്മൾ ഡാറ്റാസ് എൻട്രി ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ ഈ റിപ്പോർട്ടുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജനറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ജസ്റ്റ് ഒരു സോഫ്റ്റ്വെയർ നമ്മൾ ആലോചിച്ചാൽ മതി. നമ്മൾ ഡാറ്റാസ് ആയിരിക്കും എൻട്രി ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് നമ്മൾ ആ ഒരു റിപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ആ റിപ്പോർട്ട് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ റിപ്പോർട്ടുകൾ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്യാൻ പറ്റും, അത് ജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഈ HMSലും അതേപോലെ തന്നെ ഒരു ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ആണ്. സോ ഇതും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഓട്ടോമാറ്റിക്കലി ഈ റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടി ഉണ്ട്. ആൻഡ് HMS can give valuable insight regarding operations by generating real-time record on various metrics. നമുക്ക് പല ഡാറ്റാസ് യൂസ് ചെയ്തിട്ട് റിയൽ ടൈം റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യാൻ പറ്റും. such as patient flow, occupancy rates and income generation. പേഷ്യൻസിന്റെ ഫ്ലോ എങ്ങനെയാണ്, ഇൻഫ്ലോ ഔട്ട്ഫ്ലോ റേറ്റ് എടുക്കണം, അല്ലെങ്കിൽ ഒക്യുപ്പൻസി റേറ്റ്സ്, ഇപ്പൊ എത്ര പേഷ്യൻസ് ഉണ്ട്, ബെഡ് ഒക്യുപ്പൻസി റേറ്റ്സ്, അതേപോലെ ഇൻകം ജനറേഷൻ, നമുക്ക് എങ്ങനെയാണ് ഇൻകം എന്നുള്ളത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. This helps to make data drive decision. നമുക്ക് ഈ ഡാറ്റാസിന്റെ ബേസിൽ ഡിസിഷൻ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. ഇംപ്രൂവ് പ്രോസസ്സർ, നമുക്ക് കുറച്ചും കൂടി നമ്മുടെ പ്രോസസ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഒപ്റ്റിമൈസ് റിസോഴ്സസ്, നമ്മുടെ കയ്യിലുള്ള റിസോഴ്സ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇനി പറയുന്നത് സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. ഈ ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും ബാക്കി എല്ലാ ആക്ടിവിറ്റീസും എന്ത് ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഫുൾ കൺട്രോൾ നമുക്ക് ഉണ്ടാവും. ഫുൾ ഇതിന്റെ ഒരു കീഴിലായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും വരുന്നത്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും ഇതിൻ്റെതായ ഒരു കൺട്രോൾ ഉണ്ടാവും. അപ്പൊ എന്താണ്, നമുക്ക് എറേഴ്സ് കുറവായിരിക്കും, നല്ല എഫിഷ്യൻസിയിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഇതുവഴി നമുക്ക് പേഷ്യൻസിന്റെ മാക്സിമം സാറ്റിസ്ഫാക്ഷൻ ഉറപ്പുവരുത്താനായിട്ട് പറ്റും. സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ്. And HMS helps to build a centralized platform for managing activities. നമുക്ക് സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോം ആണ് ഓവറോൾ എല്ലാവരുടെ ഹോസ്പിറ്റലിൽ എല്ലാ ഏരിയയിലും ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. allowing hospital to streamline their administrative process. ഇത് കുറച്ചും കൂടി അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. It ensure consistency beyond the departments. എല്ലാ ഡിപ്പാർട്ട്മെന്റും നല്ല കൺസിസ്റ്റന്റ് ആയിട്ട് ഈക്വൽ ആയിട്ട് പ്രോപ്പർ ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു ഇതുവഴി. ദിസ് ക്യാൻ എൻഹാൻസ് എഫിഷ്യൻസി, ഇതുവഴി നമുക്ക് എഫിഷ്യൻസി കൂട്ടാനും മിനിമൈസ് എറേഴ്സ് കുറയ്ക്കാനും ആൻഡ് ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ, അതുവഴി എന്താണ് പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആണ് HMS ഉള്ള ഒരു ഹോസ്പിറ്റൽ ഉണ്ടാകുന്നത്. അതേപോലെ എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിലും സെയിം ഒരു രീതിയിൽ തന്നെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അതുവഴി അഡ്മിനിസ്ട്രേറ്റീവ് പ്രോസസ് ഒക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും എഫിഷ്യൻസി കൂട്ടാനും എറേഴ്സ് കുറയ്ക്കാനും പറ്റും. അതേപോലെ അഡ്മിനിസ്ട്രേറ്റീവ് വർക്കുകൾ കൂടുതലായിട്ട് സോഫ്റ്റ്വെയർ നോക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പേഷ്യന്റ് കെയർ ഏരിയയിൽ കൂടുതലായിട്ട് ടൈം കോൺസെൻട്രേറ്റ് ചെയ്യാനും അവർക്ക് വേണ്ട ബെറ്റർ കെയർ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇനി റെഡ്യൂസിങ് മെഡിക്കൽ എറേഴ്സ് ആണ്. നമുക്ക് പേഷ്യന്റിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും എല്ലാ ഡാറ്റാസും എന്തിലുണ്ട്, HMSലുണ്ട്. സോ അതുകൊണ്ട് നമുക്ക് ഇൻകറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക മെഡിസിൻസ് മാറിപ്പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അലർജിക് ആയിട്ടുള്ള മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യുക, മിസ് ഡയഗ്നോസിസ്, ഇതിന്റെയൊക്കെ ചാൻസ് എറർ കുറവായിരിക്കും, റിസ്ക് കുറവായിരിക്കും. ഇങ്ങനെ മിസ്റ്റേക്കുകൾ നമുക്ക് വരും. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഭാഗത്തുനിന്നാവട്ടെ ഇങ്ങനത്തെ മിസ്റ്റേക്ക് വരും. കാരണം എന്താണ്, HMS എന്ന് പറയുമ്പോൾ എല്ലാം ഓൺലൈനാണ്. സോ ഒരു വ്യക്തിക്ക് ഒരു മിസ്റ്റേക്ക് പറ്റാം. ഒരു ഡാറ്റ എൻട്രി ചെയ്യുന്ന സമയത്ത് ഒരു വ്യക്തിക്ക് മിസ്റ്റേക്ക് പറ്റും, പക്ഷെ ഒരു സോഫ്റ്റ്വെയറിന് മിസ്റ്റേക്ക് വരുന്നത് കുറവാണ്. And HMS can help reduce medical errors by providing doctors and nurse with update patient information. എന്തുകൊണ്ടാണ് മെഡിക്കൽ എറേഴ്സ് കുറവാന്ന് പറയുന്നത്? പേഷ്യന്റിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതനുസരിച്ച് ഡോക്ടേഴ്സിനും നേഴ്സിനും ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്താൽ മതി. ഇത് റെഡ്യൂസ് ദ റിസ്ക് ഓഫ് മിസ് ഡയഗ്നോസിസ്. കാരണം
നമ്മൾ ഡയഗ്നോസിസ് ചെയ്യുന്നതിൽ തെറ്റ് വരില്ല. കാരണം എന്താണ്, നമ്മുടെ കയ്യിൽ കറക്റ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഉണ്ടാവും. ഈ ഡാറ്റാസ് നോക്കിയിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, തീരുമാനങ്ങൾ എടുക്കുന്നത്. അപ്പൊ മിസ് ഡയഗ്നോസ് ഇല്ല. ഇൻകറക്റ്റ് ട്രീറ്റ്മെന്റ്, ഇതിന് മുമ്പ് എന്തൊക്കെ ട്രീറ്റ്മെന്റ് ഉണ്ട് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ പേഷ്യന്റ് മെഡിക്കൽ റെക്കോർഡ് ഉണ്ട്. സോ നമുക്ക് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അഡ്വൈസ് ചെയ്യാൻ പറ്റും. അതേപോലെ അഡ്വേഴ്സ് ഡ്രഗ് ഇന്ററാക്ഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില മെഡിസിൻസ് ചിലപ്പോൾ ചില പേഷ്യൻസിന് പറ്റണമെന്നില്ല, അല്ലെങ്കിൽ അലർജീസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. അത് നോക്കി ഈ മെഡിക്കൽ SMS ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിലുള്ള ഡാറ്റാസ്, പേഷ്യന്റിനെ കുറിച്ചുള്ള ഡാറ്റാസ് നോക്കി നമുക്ക് ഡ്രഗ്സ് ഉദ്ദേശിക്കാൻ മെഡിസിൻസ് ആണ്, മെഡിസിൻസ് ഒക്കെ കറക്റ്റ് ആയിട്ട് പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട് പറ്റും. ഇതുവഴി ഈ പറഞ്ഞിട്ടുള്ള എല്ലാ എന്താ പറയാ ബെനിഫിറ്റ്സ് വഴി നമുക്ക് റീഅഡ്മിഷൻ റേറ്റ് കുറയ്ക്കാനും റീ ഹോസ്പിറ്റലൈസേഷൻ റേറ്റ് കുറയ്ക്കാനും പറ്റും. റെഡ്യൂസ് റീഅഡ്മിഷൻ എന്ന് പറഞ്ഞാൽ വീണ്ടും വീണ്ടും കറക്റ്റ് ആയിട്ട് നമ്മൾ ഡയഗ്നോസിസ് ചെയ്ത് കറക്റ്റ് മെഡിസിൻസ് ആണ് പേഷ്യൻസിന് കൊടുക്കണമെങ്കിൽ അപ്പോൾ എന്താണ്, അവർ വീണ്ടും വീണ്ടും ഹോസ്പിറ്റൽ വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. കാരണം ഒറ്റ വിസിറ്റിൽ തന്നെ അവരുടെ എന്താ പറയാ അവര് എന്താണ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടായിരിക്കും, അല്ലെങ്കിൽ റിക്കവർ ആയിട്ടായിരിക്കും നമ്മുടെ ഹോസ്പിറ്റലിൽ വിട്ടു പോകുന്നത്. ആൻഡ് HMS can also decrease readmission and rehospitalization rate. റീഅഡ്മിഷൻ റേറ്റും റീഹോസ്പിറ്റലൈസേഷൻ റേറ്റും കുറയ്ക്കാനായിട്ട് HMS ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബൈ എൻഷുറിങ് ടൈംലി ഫോളോ അപ്പ്, കറക്റ്റ് ആയിട്ട് ഫോളോ അപ്പ് ചെക്കപ്പ് ഒക്കെ ചെയ്യാനായിട്ട് നമ്മൾ എന്താ പറഞ്ഞിട്ട് റിമൈൻഡേഴ്സ് ഒക്കെ വരുന്നുണ്ട്. സോ അവർക്ക് ഫോളോ അപ്പ് ചെക്കപ്പ് ഒക്കെ മാത്രം വന്നാൽ മതി. അതിന്റെ മെഡിസിൻസിലേക്ക് ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് നമ്മുടെ ഹോസ്പിറ്റലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. ഇതുവഴി this increase patient outcome and minimize കോംപ്ലിക്കേഷൻ റിസ്ക്. ഇതുവഴി നമുക്ക് പേഷ്യൻസിന്റെ ഔട്ട്കം കൂടും, പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യും, റിസ്ക് കുറയ്ക്കാനും കാരണമാകുന്നുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞത് എന്താണ്, ആ 6th പോയിന്റ് മുതലാണ് പറഞ്ഞത് നമുക്ക് ഓട്ടോമാറ്റിക്കലി റിപ്പോർട്ട്സുകൾ ജനറേറ്റ് ചെയ്യാനും അതനുസരിച്ച് ഡിസിഷൻസ് എടുക്കാനും പറ്റും. ദെൻ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ ആയിരിക്കും ഓവറോൾ നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലും ഓവറോൾ ഈ ഒരു HMSന്റെ കീഴിലായിരിക്കും. അവർ സെൻട്രലൈസ്ഡ് അഡ്മിനിസ്ട്രേറ്റീവ് കൺട്രോൾ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഇതുവഴി ഹോസ്പിറ്റലിന്റെ എഫിഷ്യൻസി കൂട്ടാനും എറേഴ്സ് കുറയ്ക്കാനും അതേപോലെ ബെറ്റർ ഓവറോൾ പേഷ്യന്റ് കെയർ ഇംപ്രൂവ് ചെയ്യാനും പറ്റും. അതേപോലെ മെഡിക്കൽ എറേഴ്സ് കുറവായിരിക്കും. കറക്റ്റ് ആയിട്ട് നമ്മൾ ഡയഗ്നോസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതേപോലെ ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ പേഷ്യന്റിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എല്ലാ ഡാറ്റാസും ഉണ്ടാവും. മെഡിക്കൽ ഹിസ്റ്ററി ഡാറ്റാസ് ഉള്ളതുകൊണ്ട് തന്നെ മെഡിക്കൽ എറേഴ്സ് കുറവായിരിക്കും. അതേപോലെ റിഡ്യൂസ് റീഅഡ്മിഷൻ ആൻഡ് റീഹോസ്പിറ്റലൈസേഷൻ റേറ്റ്. നമ്മൾ വീണ്ടും വീണ്ടും ഹോസ്പിറ്റലിൽ വരേണ്ടതായിട്ട് വരുന്നില്ല. കാരണം എന്താണ്, റീഅഡ്മിഷൻ റേറ്റും റീഹോസ്പിറ്റലൈസേഷൻ റേറ്റും കുറവായിരിക്കും. കാരണം വീണ്ടും നമുക്ക് കാരണം നമ്മൾ വരുമ്പോൾ തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ടാണ് ട്രീറ്റ്മെന്റ് കിട്ടുന്നത്, പ്രോപ്പർ ആയിട്ട് ട്രീറ്റ്മെന്റ് കിട്ടാൻ. സോ വീണ്ടും നമ്മൾ ആ ഹോസ്പിറ്റൽ റിപ്പീറ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട കാര്യം വരുന്നില്ല. നമ്മൾ ഫസ്റ്റ് വിസിറ്റിൽ തന്നെ ഫുൾ റിക്കവർ ആയിട്ടായിരിക്കും ആ ഹോസ്പിറ്റലിൽ വിട്ട് പേഷ്യന്റ് പോരുന്നത്. സോ ഒന്ന് റീഡ് ചെയ്ത് 6th മുതൽ 9th വരെ പോയിന്റ്.
റീഡ് ചെയ്ത് നോക്കിയാ ലാസ്റ്റ് ഡിസ്കസ് ചെയ്ത് 4 പോയിന്റ് റീഡ് ചെയ്തോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? നെക്സ്റ്റ് പോയിന്റിലേക്ക് പോവാണ്. ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഫീച്ചേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പേഷ്യന്റ് പ്രോട്ടോകോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസും ഈ പേഷ്യന്റ് പ്രോട്ടോകോളിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, എൻട്രി ചെയ്തിട്ടുണ്ടാവും. ദെൻ മെഡിക്കൽ ബില്ലിംഗ് ആണ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നമുക്കറിയാം ബില്ലടയ്ക്കുക, ഡിസ്ചാർജ് ചെയ്ത് ഹോസ്പിറ്റലിൽ നിന്ന് പോരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആണെന്നാണ് നമ്മൾ വിചാരിച്ചിരിക്കുന്നത് അല്ലെ? കാരണം എന്താണ്, ഒത്തിരി ടൈം വേണം. രാവിലെ ഡിസ്ചാർജ് ആയി കഴിഞ്ഞാൽ ഈവനിങ് വരാൻ പറ്റും. കാരണം നമുക്ക് ബില്ലൊക്കെ അടച്ച് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഒരുപാട് ടൈം വേണം. പക്ഷെ HMSന്റെ വരവോടുകൂടി ഈ മെഡിക്കൽ ബില്ലിംഗ് കുറച്ചും കൂടി ഈസി ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് പറയുന്നത് പേഷ്യന്റ് പ്രോട്ടോകോൾ പറഞ്ഞു, മെഡിക്കൽ ബില്ലിംഗ്, പിന്നെ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് ആണ്. പേഷ്യൻസിന് എപ്പോൾ വേണമെങ്കിലും എവിടെ ഇരുന്ന് വേണമെങ്കിലും പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ്സ് എടുക്കാൻ പറ്റും. 24/7 ഫുൾ ഡേയ്സ് നമ്മൾ പറയും, 7 ദിവസം 24 മണിക്കൂർ എപ്പോൾ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനായിട്ട് പറ്റും. ഇനി ഈ പ്രിസ്ക്രൈബിംഗ് ആണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞപ്പോ അത് പറഞ്ഞു തോന്നുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നപ്പോ ഈ പ്രിസ്ക്രിപ്ഷൻ ആയിരുന്നു ഡോക്ടർ ചെയ്തത്. നേരെ ഫാർമസിയിലേക്ക് പോയിട്ടുള്ളത് ഞാൻ പറഞ്ഞത് ഓർമ്മയില്ലേ? അത് ഈ പ്രിസ്ക്രൈബിംഗ് ആണ് കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ പഴയ പോലെ പേപ്പറിൽ പ്രിസ്ക്രൈബ് ചെയ്യുന്നില്ല. അതിന് പകരമായിട്ട് എന്താ പറയുക, കമ്പ്യൂട്ടർ സിസ്റ്റത്തിൽ തന്നെ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് ആണ് പ്രിസ്ക്രിപ്ഷൻസ് വരുന്നത്. ദെൻ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ്, അതേപോലെ തന്നെ നമുക്ക് ലാസ്റ്റ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്തിൽ നോക്കാനുള്ളത്. അപ്പൊ നമുക്ക് ആദ്യത്തെ പോയിന്റിലേക്ക് വരാം. പേഷ്യന്റ് പ്രോട്ടോകോൾ ആണ്. രോഗിയുടെ ആരോഗ്യരേഖകൾ സൂക്ഷ്മമായി കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ഒരു സോഫ്റ്റ്വെയറിന് പറയുന്ന പേരാണ് ഓൺലൈൻ സംവിധാനമാണ് ഏത് പേഷ്യന്റ് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. എന്താണ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ്. പേഷ്യന്റിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ എൻ്റർ ചെയ്യുന്നുണ്ട്. നമുക്ക് നോക്കാം. ദ പേഷ്യന്റ് പ്രോട്ടോകോൾ പേഷ്യന്റ് പോർട്ടൽ ഈസ് ആൻ അൺഅവോയ്ഡബിൾ ഫീച്ചർ. പോർട്ടലാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് വെച്ചാൽ ഒരു അൺഅവോയ്ഡബിൾ ഫീച്ചർ ആണ് എന്തിന്റെ, HIS സിസ്റ്റത്തിന്റെ, ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഫീച്ചർ ആണ് പേഷ്യന്റ് പോർട്ടലാണ്. ഇറ്റ് ഈസ് എ പ്രോഗ്രാം ലൈക്ക് ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ്. ഒരു സോഫ്റ്റ്വെയർ ആണ്, ഇലക്ട്രോണിക് ഒരു സോഫ്റ്റ്വെയർ ആണ്. നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പോലത്തെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്. ബട്ട് വാട്ട് മേക്ക് ഇറ്റ് ഡിഫറെന്റ് ഈസ് ദാറ്റ് ദീസ് പേഷ്യന്റ് ക്യാൻ ഹാവ് സെക്യൂർ ഓൺലൈൻ എൻട്രി ടു ദർ മെഡിക്കൽ റെക്കോർഡ്. ഇവിടെ എന്താണ് ഹോസ്പിറ്റൽ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡിൽ നിന്ന് വേർതിരിക്കണേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു പേഷ്യന്റ് പോർട്ടലിലേക്ക് നമുക്ക് പേഷ്യൻസിന് എന്ത് ചെയ്യാൻ പറ്റും, ഓൺലൈനായിട്ട് അസസ് ചെയ്യാനായിട്ട് പറ്റും. അറേഞ്ച് ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റ്സ്, നമുക്ക് ഡോക്ടേഴ്സിന് അപ്പോയിന്റ്മെന്റ്സ് അറേഞ്ച് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പാസിംഗ് ഇൻഫർമേഷൻ വിത്ത് ഡോക്ടേഴ്സിനോട് നമുക്ക് ഏതെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാസ് ചെയ്യാൻ പറ്റും. ചെക്കിംഗ് മെഡിക്കൽ ബിൽസ്, നമുക്ക് മെഡിക്കൽ ബില്ല് ചെക്ക് ചെയ്യാൻ പറ്റും. പ്രോസസിംഗ് ആൻഡ് പേയ്മെന്റ് ഓൺലൈൻ, ഈ ഒരു സോഫ്റ്റ്വെയർ വഴി നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ബില്ലുകൾ പേ ചെയ്യാനുള്ള കുറെ ഓപ്ഷൻസ് ഈ ഒരു സോഫ്റ്റ്വെയറിലുണ്ട്. നമ്മൾ പറഞ്ഞത് പേഷ്യന്റ് പോർട്ടലാണ്. ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് HISന്റെ പേഷ്യന്റ് പോർട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. നമ്മൾ ബാക്കി ഇപ്പൊ ഹെൽത്ത് റെക്കോർഡ് എന്താ പറയാ, ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പോലെ തന്നെ ഒരു സോഫ്റ്റ്വെയർ ആണ്, ഒരു പ്രോഗ്രാമിംഗ് സോഫ്റ്റ്വെയർ ആണ്. എന്നാൽ ഇതിനെ ഡിഫറെന്റ് ആക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പേഷ്യൻസിന് ഓൺലൈൻ ആയിട്ട് ഈ റെക്കോർഡ് എപ്പോൾ വേണമെങ്കിലും അസസ് ചെയ്യാൻ പറ്റും. പേഷ്യൻസിന് തന്നെ അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. പേഷ്യൻസിന് എന്തെങ്കിലും ഇൻഫർമേഷൻ ഡോക്ടറിനോട് കൈമാറുന്നുണ്ടെങ്കിൽ നമുക്കത് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റും. നമുക്ക് മെഡിക്കൽ ബിൽ എത്രയായി എന്ത് ചെക്ക് ചെയ്യാം. അതേപോലെ ഈ പേയ്മെന്റ്സ് ഓൺലൈനായിട്ട് എങ്ങനെ പേയ്മെന്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ഏത് സോഫ്റ്റ്വെയർ വഴി, പേഷ്യന്റ് പോർട്ടൽ വഴി.
All they require is small equipment to avail themselves to maximum benefits of the feature. ഇതിന് വേണ്ടത് ആകെ എന്താണ്? ഒരു എക്യുപ്മെന്റ് ആണ്. ഏതാണ്? ഈ ഒരു പേഷ്യന്റ് പോർട്ടലൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലൊരു സ്മാർട്ട് ഫോണോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പോ വേണം. ആ ഒരു ഫീച്ചർ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു കാര്യങ്ങൾ നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. Instead of following the old age process of arranging a doctor's appointments, നമ്മൾ പണ്ട് എങ്ങനെയായിരുന്നു? ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വേണ്ടി രാവിലെ തന്നെ പോയി ക്യൂ നിൽക്കുന്നു, അപ്പോയിന്റ്മെന്റ് എടുക്കുന്നു, അത് കഴിഞ്ഞ് പിന്നെ ഒത്തിരി പ്രശ്നങ്ങളാണ്, ഒത്തിരി കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള പ്രോസസ് ആയിരുന്നു. ഒരു ഹോസ്പിറ്റലിലേക്ക് ഒരു പ്രാവശ്യം പോയി കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ദിവസം പോയി എന്നൊക്കെ പറഞ്ഞിരുന്ന ഒരു ടൈമിൽ നിന്ന് ഈസി ആയിട്ട് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നു. ജസ്റ്റ് ആ ഒരു പറഞ്ഞ ടൈമിൽ നമ്മൾ ഡോക്ടറെ വിസിറ്റ് ചെയ്യുന്നു, പോരുന്നു. ആ ഒരു സ്പീഡി ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നു. ഇൻസ്റ്റെഡ് ഓഫ് ഫോളോയിങ് ദ ഓൾഡ് ഏജ് പ്രോസസ് of arranging a doctor's appointments, they may just log in to their accounts in patient portal. അപ്പൊ പഴയ ഒരു എന്താ പറയാ ഓൾഡ് ഏജ് പ്രോസസ്സിൽ നിന്ന് മാറി അവർ ജസ്റ്റ് പേഷ്യന്റ് പോർട്ടലിലേക്ക് എന്ത് ചെയ്തു? ലോഗിൻ ആകുന്നു. ഹാവ് ആൻ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് അവൈലബിലിറ്റി ഓഫ് ദർ ഡോക്ടേഴ്സ് എന്തൊക്കെയാണ് അവൈലബിൾ നോക്കുന്നു. ആൻഡ് മേക്ക് അപ്പോയിന്റ്മെന്റ് അക്കോർഡിംഗ് ടു ദർ കൺവീനിയൻസ് ആൻഡ് ഡോക്ടേഴ്സ് അവൈലബിലിറ്റി. നമ്മുടെ കൺവീനിയൻസും ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യുന്നു. എന്നുവെച്ചാല് ഇന്ന ദിവസം നമുക്ക് കാണാൻ പറ്റും, ഇന്ന ദിവസത്തെ പേഷ്യന്റ് ഡോക്ടേഴ്സ് ഉണ്ട്, ഇന്ന ടൈമിൽ ഡോക്ടർ ഫ്രീ ആണ്, സ്ലോട്ട് ഉണ്ട്. നമ്മൾ ആ ഒരു ടൈമിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യും. After arranging the appointment, they can verify the bill and make the payment or set the details for future payments. അപ്പൊ നമുക്ക് കൺസൾട്ടൻസിയുടെ ഫീ അപ്പൊ തന്നെ വേണമെങ്കിൽ പേ ചെയ്യാം, ഓൺലൈനായിട്ട് സമയം തന്നെ പേ ചെയ്യാം. ഓർ നമുക്ക് എത്ര ഫീ വരും എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. The popularity of patient portal is growing day by day. നമ്മൾ ഇന്ന് പേഷ്യന്റ് പോർട്ടലിന്റെ പോപ്പുലാരിറ്റി ഡേ ബൈ ഡേ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്നു. Since it enhance accessibility for the patient and keep the transparency between the patient and their treatment process. കുറച്ചും കൂടി അവർക്ക് പേഷ്യൻസും നല്ല രീതിയിൽ അക്സസിബിലിറ്റി കൂടുന്നുണ്ട്. അതുപോലെ തന്നെ പേഷ്യൻസും ട്രീറ്റ്മെന്റും തമ്മിൽ നല്ല ട്രാൻസ്പാരൻസി കൂടുന്നുണ്ട്. എന്നുവെച്ചാൽ നല്ലൊരു രീതിയിൽ ക്ലിയർ ആയിട്ട് അവർക്ക് കാര്യങ്ങൾ മനസ്സിലാകുന്നു. ട്രീറ്റ്മെന്റ് എന്ത് അസുഖമാണ് നമുക്കുള്ളത്, അത് എന്തുകൊണ്ടാണ് നമ്മൾ ഈ ട്രീറ്റ്മെന്റ് എടുക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തമായ ധാരണ പേഷ്യൻസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. Therefore, hospitals select this is to improve their patient satisfaction level. എന്തുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം പേഷ്യന്റ് പോർട്ടൽ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ആൻഡ് ബിൽഡ് themselves as dependable ones. കുറച്ചും കൂടി പേഷ്യൻസിന് സ്വയമേ കാര്യങ്ങളൊക്കെ എടുക്കാനും അവർക്ക് അവരുടേതായ അവരുടെ ടൈമിനനുസരിച്ച് കൺവീനിയൻസ് അനുസരിച്ച് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാനും കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞത് പേഷ്യന്റ് പോർട്ടൽ ആണ്, ഒരു അൺഅവോയ്ഡബിൾ ഫീച്ചർ ആണ്. ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഒരു അൺഅവോയ്ഡബിൾ ആയിട്ടുള്ള ഫീച്ചർ ആണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. ഇതിൽ വരുമ്പോൾ നമ്മുടെ ഇലക്ട്രോണിക് ഹെൽത്ത് റെക്കോർഡ് പോലെ തന്നെയാണ് പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത്. പക്ഷെ ഇതിൽ വ്യത്യാസമുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഓൺലൈനായിട്ട് പേഷ്യൻസിന് ഈ ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും? ചെക്ക് ചെയ്യാൻ പറ്റും. എന്താ പറയുക, EHR പേഷ്യൻസിന് ചെക്ക് ചെയ്യാൻ പറ്റില്ല. അവർക്ക് സ്റ്റാഫുകൾക്ക് ഓതറൈസ്ഡ് ആയിട്ടുള്ള പേഴ്സൺസിന് മാത്രമേ ചെക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു. ഇവിടെ നമുക്ക് പേഷ്യൻസിന് നമ്മുടെ റെക്കോർഡ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോയിന്റ്മെന്റ്സ് അറേഞ്ച് ചെയ്യാം, ഡോക്ടേഴ്സിനോട് എന്തെങ്കിലും ഇൻഫർമേഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, നമ്മുടെ ബില്ലുകൾ ചെക്ക് ചെയ്യാം, ഓൺലൈനായിട്ട് പേയ്മെന്റ് നടത്താം. അങ്ങനെ ഒത്തിരി എന്താണ് ബെനിഫിറ്റ്സ് ഉണ്ട് ഈ പേഷ്യന്റ് പോർട്ടലിൽ നിന്നുണ്ട്. സോ പണ്ടത്തെ ഒരു ഓൾഡ് ഏജ് പ്രോസസ് ഓഫ് അറേഞ്ചിങ് പേഷ്യന്റ് അപ്പോയിന്റ്മെന്റ് നിന്ന് ഇന്ന് പേഷ്യന്റ് പോർട്ടലിൽ ജസ്റ്റ് ഒന്ന് ലോഗിൻ ആക്കാം, നമ്മളുടെ പേഷ്യന്റ് അവൈലബിലിറ്റി നമ്മുടെ കൺവീനിയൻസ് നോക്കി പേഷ്യന്റ് നമുക്ക് ആ കറക്റ്റ് ടൈമിൽ അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാം. പിന്നെ അത് ബില്ല് പേ ചെയ്യാം, അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ എത്ര ബില്ല് വരുമെന്ന് നോക്കിയിട്ട് അത് നമ്മളത് ഒന്ന് മനസ്സിൽ വെക്കാം. അതൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം വഴി നമുക്ക് ഹെൽപ്ഫുൾ ആണ്. സോ ഈ ഒരു സിസ്റ്റം ഇംപ്ലിമെന്റ് ചെയ്യുന്നതിലൂടെ പേഷ്യൻസിന്റെ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാനായിട്ട് പറ്റും. കാരണം നമുക്ക് നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോയിന്റ്മെന്റ്സ് അറേഞ്ച് ചെയ്യാന്ന് വെച്ചാൽ വളരെ വലിയൊരു കാര്യമാണ്. കാരണം നമുക്ക് നമ്മുടെ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യുബിൾ ആണ്. അത് ഹോസ്പിറ്റലിൽ നമ്മുടെ ടൈമിന് വാല്യൂ കൊടുക്കുന്നുണ്ട് എന്നുള്ളൊരു രീതിയിൽ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഹോസ്പിറ്റലായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ പറ്റും. അതേപോലെ ഒത്തിരി ടൈം നമ്മള് ടേൺ അറൗണ്ട് ടൈം ഒന്നും വേണ്ട വരില്ല. കാരണം കറക്റ്റ് ടൈം പറഞ്ഞിട്ടുണ്ടാവും. ആ ടൈമിൽ നമ്മുടെ മാത്രമാണ് ആ ഒരു
ട്രീറ്റ്മെന്റ് ട്രീറ്റ്മെന്റിന് വേണ്ടി ഡോക്ടർ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും. ആ ടൈമിൽ വേറെ അപ്പോയിന്റ്മെന്റ്സ് ഒന്നും എടുക്കില്ല. നമ്മൾ ആ ടൈമിൽ ചെല്ലാം, ട്രീറ്റ്മെന്റ് എടുക്കാം, നമുക്ക് ഫുൾ സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും നമ്മൾ തിരിച്ചു വരുന്നത്. ഓക്കെ, പേഷ്യന്റ് പോർട്ടൽ എന്ന് പറയുന്നത് ഓക്കെ, ഞാൻ ഒരു 15 മിനിറ്റ്സ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ക്ലാസ്. അധികം എടുക്കുന്നില്ല. 3 പോയിന്റ് കൂടി മെഡിക്കൽ ബില്ലിങ്ങും പേഷ്യന്റ് ഷെഡ്യൂളിങ്ങും ഈ പ്രിസ്ക്രൈബിംഗ് വരെ എടുക്കുന്നുണ്ട് എന്ന പോർഷൻ തീരാനുള്ളതുകൊണ്ടാണ് 15 മിനിറ്റ്സ് ഞാൻ ആദ്രാംസിൽ നിന്ന് ചോദിച്ചു വാങ്ങിച്ചിട്ടുണ്ട്. ഞാൻ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഓക്കെ, മെഡിക്കൽ ബില്ലിംഗ് ആണ് നമ്മൾ നോക്കുന്ന പോർഷൻ. ഓൺലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബില്ലുകൾ പേ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ആലോചിച്ച് നോക്കി, പണ്ട് നമ്മൾ വലിയൊരു ക്യാഷ് കൗണ്ടർ ഉണ്ടാവും. ആ ക്യാഷ് കൗണ്ടറിന്റെ ഫ്രണ്ടിൽ ഒത്തിരി വലിയ നീണ്ട ക്യൂ ആയിരിക്കും. ആ ക്യൂ പതുക്കെ പതുക്കെ മൂവായിരിക്കും നമ്മളെ ടേൺ ആവുന്നത്. ആ സമയത്ത് നമുക്ക് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ ബിൽ എമൗണ്ടിൽ എന്തെങ്കിലും ഡൗട്ട് വരാൻ ചാൻസ് ഒക്കെ ഉണ്ട്. വീണ്ടും നമ്മൾ അത് ക്ലിയർ ചെയ്ത് വരുമ്പോഴേക്കും നമ്മൾ വീണ്ടും ആ ക്യൂവിൽ തന്നെ വീണ്ടും ക്യൂ നിന്ന് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ബില്ലൊക്കെ അടയ്ക്കേണ്ടത്. പക്ഷെ ഇന്ന് HMS ഉള്ളതുകൊണ്ട് തന്നെ ഓൺലൈൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ബിൽ പേയ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൺലൈനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബിൽ പേയ്മെന്റ് ചെയ്യാൻ പറ്റും. ഓൺലൈൻ മെഡിക്കൽ ബില്ലിംഗ് ഫീച്ചർ കൺട്രോൾ ഓൾ ദ ബില്ലിംഗ് വർക്ക് ഇൻ ലെസ് എമൗണ്ട് ഓഫ് ടൈം ദാൻ യൂഷ്വൽ. സാധാരണ രീതിയെക്കാളും കുറച്ച് ടൈമേ ഓൺലൈൻ ബില്ലിങ്ങിന് നമുക്ക് വേണ്ട വരുന്നുള്ളൂ. ജസ്റ്റ് ആ QR ഒന്ന് സ്കാൻ ചെയ്യുക, അല്ലെങ്കിൽ എവിടെയാണുള്ള നമ്മൾ ആ പേ ചെയ്യാണ്. HMS കയറിയിട്ട് നമുക്ക് ഓൺലൈനായിട്ട് നമ്മുടെ ബില്ലുകളൊന്ന് ചെക്ക് ചെയ്യാം. ക്ലിയർ ആണെങ്കിൽ പേ നൗ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് ചെയ്യാണ്. അത് നമ്മള് വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മൾ കൗണ്ടറിൽ പോയി ക്യൂ നിൽക്കണമെന്നോ വേറെ നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് കൊടുക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല, ചെക്ക് കൊടുക്കണം അങ്ങനെയൊന്നുമില്ല. കാരണം നമുക്ക് ആ ഒരു HMS സോഫ്റ്റ്വെയറിൽ കയറാം, പേ നൗ കൊടുക്കുക, പൈസ പേ ചെയ്യാം. Gone are the days when the hospital spent a major amount of time controlling all the appointments and delays. അപ്പോൾ മുമ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അവർ മാക്സിമം ടൈമോ എമൗണ്ടും എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ് സ്പെൻഡ് ചെയ്തിരുന്നത്, അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനും ബില്ലിങ്ങിന് വേണ്ടിയിട്ടാണ്. Now the medical billing feature, patient billing, insurance details, patient tracking and payment process, everything can be managed capably. നല്ല രീതിയിൽ ഈ പേഷ്യൻസിന്റെ ബില്ലിംഗ് കാര്യങ്ങളാവട്ടെ, ഇൻഷുറൻസ് ക്ലെയിം സെറ്റിൽമെന്റ് ആവട്ടെ, പേഷ്യൻസിന്റെ ക്ലെയിം
ട്രാക്ക് ചെയ്യണ കാര്യമാവട്ടെ, പേയ്മെന്റ് പ്രോസസ് ആവട്ടെ, ഇതെല്ലാം നമുക്ക് ഓൺലൈൻ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്. You can even accept a notification alert if there is any delay or other issue in the payment. നമ്മുടെ പേയ്മെന്റിൽ എന്തെങ്കിലും ഡിലേ വരാണെങ്കിൽ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വരും. അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പൊ ഇൻഷുറൻസ് കമ്പനി നമ്മുടെ ക്ലെയിം ഡിലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. ആൻഡ് അതർ ഇഷ്യൂ ഇൻ ദ പേയ്മെന്റ് സോ ദാറ്റ് യു ക്യാൻ മേക്ക് ആക്ഷൻ അക്കോർഡിംഗ് ടു ദ നോംസ്. നമുക്ക് അതനുസരിച്ച് പ്രവർത്തിക്കാനായിട്ട് പറ്റും. നമുക്ക് ആ ഒരു പേയ്മെന്റ് ഡിലേ ആവുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് പേയ്മെന്റ് കൊടുക്കാം. ബില്ല് പിന്നെ നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ സബ്മിറ്റ് ചെയ്ത് റീഫണ്ട് ചെയ്താൽ മതിയോ. അപ്പം കറക്റ്റ് ആയിട്ട് ഓൺലൈനായിട്ട് നമുക്ക് ബില്ലിംഗ് ഓപ്ഷൻ ഇന്ന് HMS അവൈലബിൾ ആണ്. ഒത്തിരി ടൈം സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ടൈമും ബില്ലിംഗും അപ്പോയിന്റ്മെന്റ്സ് കാര്യത്തിലായിരുന്നു മുമ്പ് സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് ആ ടൈം റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ അതുവഴി നല്ല രീതിയിൽ നമുക്ക് ഹോസ്പിറ്റലിൽ മാനേജ് ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് പേഷ്യന്റ് ഷെഡ്യൂളിംഗ്. Just as patient portal, നമ്മൾ patient portal പറഞ്ഞല്ലോ. With the patient scheduling, the patient can arrange their own appointments by merely logging into their respective accounts. Patient portal പറഞ്ഞ പോലെ തന്നെ patient scheduling എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അക്കൗണ്ടിൽ നമുക്ക് ലോഗിൻ ചെയ്ത് പേഷ്യൻസിന് ലോഗിൻ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് അപ്പോയിന്റ്മെന്റ്സ് എന്ത് ചെയ്യാൻ പറ്റും, ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ ആണ് എന്ത് പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. This way, they neither should wait in the line in front of the doctor's chamber. നമുക്ക് അപ്പൊ ഡോക്ടർ ചേംബറിന്റെ ഫ്രണ്ടിൽ വലിയ ക്യൂ ഒന്നും വേണ്ട വരില്ല. കാരണം നമ്മൾ കറക്റ്റ് അപ്പോയിന്റ്മെന്റ് ടൈം ബുക്ക് ചെയ്തു. ആ ടൈമിൽ മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഹോസ്പിറ്റലിൽ ചെല്ലാം, ട്രീറ്റ്മെന്റ് എടുക്കാം. ഓർ ക്ലിനിക് നോ റിക്വയർഡ് ടു കോൾ ക്ലിനിക് റിപ്പീറ്റ്ലി ടു ഹാവ് ആൻ അപ്പോയിന്റ്മെന്റ്. നമുക്ക് ഓൺലൈനായിട്ട് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്കൊരു ഫോൺ ചെയ്താണോ സാധാരണ നിങ്ങൾക്ക് അപ്പോയിന്റ്മെന്റ്സ് എടുക്കുന്നത്, ഫോൺ ചെയ്ത് റിപ്പീറ്റ് ഫോൺ ചെയ്താലായിരിക്കും ചിലപ്പോൾ അവിടുത്തെ കോളിംഗ് ടീം ഫോൺ എടുക്കുന്നത്. സോ ആ ഒരു പ്രശ്നം ഇത് വരുന്നില്ല. All the facility will be available 24/7 with just a tap away. നമുക്ക് ജസ്റ്റ് ഒരു ക്ലിക്കിനുള്ളിൽ 24 മണിക്കൂറും 7 ദിവസവും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്, സർവീസ് കിട്ടുന്നുണ്ട്. അപ്പൊ സാറ്റർഡേ സൺഡേ അങ്ങനത്തെ വേർതിരിവൊന്നുമില്ല. അതേപോലെ നൈറ്റ് ആണ് ഡേ ആണെന്നുള്ള പ്രശ്നങ്ങളൊന്നും ഓൺലൈൻ സർവീസിൽ ഓൺലൈൻ ബുക്കിംഗിൽ വരുന്നില്ല. They can even go with their convenience with the availability of the doctors and make appointment accordingly. നമ്മുടെ കൺവീനിയൻസ് അനുസരിച്ച് ഡോക്ടേഴ്സിന്റെ അവൈലബിലിറ്റി നോക്കി നമുക്ക് ഇഷ്ടപ്പെടുന്ന നമുക്ക് കൺവീനിയന്റ് ആയിട്ടുള്ള ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. This features is beneficial to care providers too. ഈ ഒരു ഫീച്ചേഴ്സ് നമ്മൾ കെയർ പ്രൊവൈഡേഴ്സ് ഉണ്ടല്ലോ, ഡോക്ടേഴ്സ് നേഴ്സ് ഉണ്ട്, അവർക്ക് കുറച്ച് ബെനിഫിഷ്യൽ ആണ്. കാരണം അത്രയും ടൈം പ്രശ്നമൊന്നും വരുന്നില്ല, അപ്പോയിന്റ്മെന്റ്സ് കറക്റ്റ് ആയിരിക്കും. ആ ടൈമിൽ ആ ഒരു പേഷ്യന്റ് മാത്രം എന്ത് കൊടുത്താൽ മതി, ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതി. They can allot their staff test room, especially apparently. എന്നുവെച്ചാൽ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള റിക്വയർമെന്റ്സ് അനുസരിച്ച് സ്റ്റാഫുകളെ ടെസ്റ്റ് റൂമുകളൊക്കെ അറേഞ്ച് ചെയ്യാനും അലോക്കേറ്റ് ചെയ്യാനും ഉള്ള ഒരു ഓപ്ഷൻ കിട്ടുന്നുണ്ട്. പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റ് പോർട്ടൽ പോലെ തന്നെ ഒരു മെത്തേഡ് ആണ് എന്താ പേഷ്യന്റ് ഷെഡ്യൂളിംഗ് എന്ന് പറയുന്നത്. ഇവിടെ പേഷ്യൻസിന് അവരുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിട്ട് അവർക്ക് അപ്പോയിന്റ്മെന്റ്സ് ബുക്ക് ചെയ്യാൻ പറ്റും. പണ്ടത്തെ പേഷ്യൻസിന്റെ ചേമ്പറിന്റെ പുറത്ത് ക്യൂ ആയിട്ട് നിന്ന് ലൈനായിട്ട് വെയിറ്റ് ചെയ്ത് പേഷ്യൻസിനെ കാണണം, അങ്ങനത്തെ ഫോർമാലിറ്റീസ് ഒന്നുമില്ല. നമുക്ക് 24 മണിക്കൂറും 7 ദിവസവും എവിടെ ഇരുന്ന് വേണമെങ്കിലും അപ്പോയിന്റ്മെന്റ്സ് എടുക്കാം. അപ്പോയിന്റ്മെന്റ്സ് എടുത്ത് നമ്മുടെ കൺവീനിയൻസും ഡോക്ടറിന്റെ അവൈലബിലിറ്റി നോക്കി വേണം നമ്മൾ അപ്പോയിന്റ്മെന്റ്സ് എടുക്കാനും ഇത് അപ്പോയിന്റ്മെന്റ് എടുക്കാൻ. ഇത് കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആണ് നമുക്ക് പേഷ്യൻസിനും അതെ കെയർ പ്രൊവൈഡേഴ്സിനും കുറച്ചും കൂടി ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ്. അടുത്താണ് ഈ പ്രിസ്ക്രൈബിംഗ്. ഇതൊരു സോഫ്റ്റ്വെയർ ആണ് കേട്ടോ. ഞാൻ നേരത്തെ ഒരു സോഫ്റ്റ്വെയറിന്റെ കാര്യം പറഞ്ഞല്ലോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഹോസ്പിറ്റലിൽ പോയപ്പോ അത്യാവശ്യം ഞങ്ങളുടെ ഏരിയ എന്ന് പറഞ്ഞാല് എറണാകുളത്തേക്ക് പോണേക്കാളും ഞങ്ങളുടെ ഏരിയയിൽ അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമല്ല. ഇപ്പോഴും ഒരു ഗ്രാമപ്രദേശമാണെന്ന് പറയാം. നല്ല ഒരു ഏരിയ ആണ്. അപ്പൊ ഇവിടെ അത്രയും എന്താ പറയാ ഇമ്പ്രൂവ്മെന്റ്സ് ഒന്നും പെട്ടെന്നൊന്നും വന്നിട്ടില്ല എന്ന് ഞാൻ വിചാരിച്ചത്. പക്ഷെ എനിക്ക് തന്നെ ഒരു അത്ഭുതം തോന്നുന്നു. നമ്മൾക്ക് പഠിപ്പിച്ചിട്ടുണ്ട് ഈ പ്രിസ്ക്രൈബിംഗ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്, പുറത്ത് കണ്ടിട്ടുണ്ട്. ഇപ്പൊ ആസ്ഥാനത്തെ പോലത്തെ ഹോസ്പിറ്റലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങളുടെ അടുത്തൊരു ഹോസ്പിറ്റലിൽ പോലും ഈ ഒരു സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. കാരണം ഹോസ്പിറ്റൽ ഫീൽഡ് ഇന്ന് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡേ ടു ഡേ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്, ഇംപ്രൂവ്മെന്റ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. സോ ഇപ്പോ നമ്മൾ പ്രിസ്ക്രിപ്ഷൻ ഹാൻഡ് റിട്ടൺ പ്രിസ്ക്രിപ്ഷൻസ് അല്ല, എങ്ങനെയാണ് അത് ഓൺലൈൻ പ്രിസ്ക്രിപ്ഷൻസ് ആണ്. സോ അതിന് പറയുന്ന പേരാണ് എന്ത്, ഈ പ്രിസ്ക്രൈബിംഗ്.
This software in health information system accelerate the complete prescription process. നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ പ്രോസസ് ആക്ടിവേറ്റ് ചെയ്ത ഒരു സോഫ്റ്റ്വെയർ ആണ് ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ ഈ പ്രിസ്ക്രൈബ് എന്ന് പറയുന്നത്. നോർമലി ഡൺ ബൈ ദ സ്റ്റാഫ് മെമ്പർ ഓഫ് ദ മെഡിക്കൽ പ്രാക്ടീഷണർ ഓഫീസർ. അപ്പൊ നമ്മുടെ ഡോക്ടറിന്റെ അടുത്തുള്ള സ്റ്റാഫ് മെമ്പർ ആയിരിക്കും ഇത് ചെയ്യുന്നത്. പക്ഷെ ഞാൻ ചെന്നപ്പോൾ ഡോക്ടർ തന്നെയാണോ നോർമലി അത് എൻട്രി ചെയ്താരായിരുന്നു, ഡോക്ടർ തന്നെയാണോ ചെയ്തത്. ദേ ആർ ഏബിൾ ടു സെൻഡ് ആൻഡ് fill the prescription of every patient to the pharmacy online. Online ആയിട്ട് ഫാർമസിയിലേക്ക് പേഷ്യൻസിന്റെ പ്രിസ്ക്രിപ്ഷൻ സെൻഡ് ചെയ്യാനായിട്ട് പറ്റും. ഓൾസോ ദേ ക്യാൻ ട്രാക്ക് ദെയർ എൻറ്റയർ പ്രോസസ്, ടേക്ക് എനി ആക്ഷൻ ഇഫ് റിക്വയർഡ്. നമുക്ക് ആ ഫുൾ പ്രോസസ് ട്രാക്ക് ചെയ്യാനൊക്കെ പറ്റും. കാരണം പേഷ്യന്റ് അത് കളക്ട് ചെയ്തോ എന്നൊക്കെ നമുക്ക് ആ ഒരു സോഫ്റ്റ്വെയറിൽ ചെക്ക് ചെയ്യാനായിട്ട് പറ്റും. ദിസ് വേ ദ ഹോൾ പ്രോസസ് ബിക്കം ക്വിക്ക്, സേഫ്, ഫ്രീ ഓഫ് എറേഴ്സ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ഈ ഹോൾ സിസ്റ്റം കുറച്ചുകൂടി സേഫ് ആവും, കുറച്ചുകൂടി ക്വിക്ക് ആണ്, എറേഴ്സ് ഉണ്ടാവില്ല. ഞാൻ പറയില്ലേ ഈ പ്രിസ്ക്രിപ്ഷന്റെ സമയത്ത് നമ്മൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയി, മെഡിസിൻ എന്തായി ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെങ്കിൽ അവിടെ ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്ന് കാണിക്കും. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് മാറ്റി വേറെ ഏതെങ്കിലും മെഡിസിൻസ് പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി അടുത്തതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ്. ഇതൊരു ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അടുത്തൊരു ഫീച്ചർ ആയിട്ടാണ് പറയുന്നത്. RPM എന്ന് ഫുൾ ഫോം പറയാറുണ്ട്. എന്താണ് പറയാ, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗിന് RPM എന്ന് പറയാറുണ്ട്. ദിസ് ഈസ് another apparent features of health information system. ഹെൽത്ത് ഇൻഫർമേഷൻ സിസ്റ്റത്തിന്റെ അടുത്തൊരു ഫീച്ചർ ആണ് ഏത് RPM എന്ന് പറയുന്നത്. വിച്ച് enable access to patients detail easily. നമുക്ക് പേഷ്യൻസ് ഡീറ്റെയിൽസ് കുറച്ചും കൂടി ഈസിലി അക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സ് ഡെലിവർ ഗുഡ് ഹെൽത്ത് കെയർ ടു ദ പേഷ്യൻസ്. അപ്പൊ ഇതേപോലെ അസസ് ചെയ്യാൻ പറ്റുന്നത് കൊണ്ട് തന്നെ ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സിന് അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ അസസ് ചെയ്തുകൊണ്ട് തന്നെ അവർക്ക് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. മിറ്റിഗേറ്റ് സർവ് കണ്ടീഷൻ എക്സ്പെൻസ്. കുറച്ച് എക്സ്പെൻസുകൾ കുറയ്ക്കാനായിട്ട് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും. റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഈസ് റിയലി യൂസ്ഫുൾ ഫോർ ദ പേഷ്യന്റ് ഹു ആർ എക്സ്പീരിയൻസ് ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ്. ക്രോണിക് ഹെൽത്ത് ഇഷ്യൂസ് ഉള്ള പേഷ്യൻസിനാണ് ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് കുറച്ചും കൂടി എന്ത് ചെയ്യുന്നത്, ഹെൽപ്ഫുൾ ആകുന്നത്. ക്രോണിക് എന്ന് പറയുന്നത് മാറാത്ത ക്യാൻസർ പോലത്തെ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് ഡയബറ്റിക് ഒക്കെ പോലത്തെ അസുഖങ്ങളാവാം. ഡോക്ടേഴ്സ് യൂസ് ദ ഇൻഫർമേഷൻ ഗ്യാതർ ത്രൂ RPM ഫോർ മോണിറ്ററിംഗ് പേഷ്യന്റ് ഹെൽത്ത് സ്റ്റാറ്റസ്. അപ്പം ഇപ്പൊ ഞാൻ ഡയബറ്റിക് ആണ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്, ക്രോണിക് ഹെൽത്ത് ഇഷ്യൂ എന്ന് വിചാരിക്കും. അപ്പോൾ പേഷ്യൻസിന്റെ ഈ ഡയബറ്റിക് ചെക്ക് ചെയ്തിട്ടുണ്ടാവില്ല, RPMS, അതേപോലെ ഫാസ്റ്റിങ്ങും PBS ഒക്കെ ചെക്ക് ചെയ്തിട്ടുള്ള റിസൾട്ടുകൾ ഉണ്ടാവും. അപ്പോൾ റിമോട്ട് മോണിറ്ററിംഗ് പേഷ്യന്റ് ഇതിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് ഇത്രയും നാള് ഉള്ള ആ ഒരു എന്താ പറയാ റേറ്റ് നമുക്കറിയാൻ പറ്റും. ഏത് രീതിയിലായിരുന്നു പേഷ്യൻസിന്റെ ഈ എന്താ പറയാ ആ ഒരു ഫാസ്റ്റിങ്ങും PBS ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ നോക്കാം. ക്രോണിക് ഹെൽത്ത് ഇഷ്യൂ ഉള്ളവർക്ക് കുറച്ച് ഇത് അവരുടെ ഇൻഫർമേഷൻസ് ചെക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Doctors use the information gathered through RPM for monitoring patient health status. Patient health status check ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Also with the details, they can predict or end solution that would or else require serious medical interventions. നമുക്കിത് കറക്റ്റ് ആയിട്ട് എന്താണ് ആ ഒരു അസുഖം എന്ന് പ്രെഡിക്റ്റ് ചെയ്യാനും അവർക്ക് അതിന് വേണ്ട സൊല്യൂഷൻസ് കണ്ടെത്താനൊക്കെ നമുക്കിത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Other than chronic health care, RPM ഈ ക്രോണിക് ഹെൽത്ത് കെയർ അല്ലാതെ വിട്ടുമാറാത്ത അസുഖങ്ങളല്ലാതെ RPM ശരിക്കും യൂസ്ഫുൾ ആണ്. സീനിയർ സിറ്റിസൺസ് ഒക്കെ ഉണ്ടല്ലോ, ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർ, അപ്പൊ അവർക്ക് കെയർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യത്തിൽ RPM നമുക്കൊരു ഹെൽപ്ഫുൾ ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. RPM എന്ന് വെച്ചാൽ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ആണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പേഷ്യൻസിനൊക്കെ നമ്മള് സാന്ത്വന ചികിത്സയൊക്കെ ഇല്ലേ പിള്ളേരെ, സാന്ത്വന ചികിത്സ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഈ ക്യാൻസർ ഒക്കെ പോലത്തെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുന്ന പേഷ്യൻസിന് നമ്മൾ പോയി ട്രീറ്റ്മെന്റ് ഒക്കെ കൊടുക്കുന്നത് എന്നുവെച്ചാൽ അവരെ നമ്മൾ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യാറുണ്ട്. അവരുടെ ടെസ്റ്റ് റിസൾട്ടുകളും കാര്യങ്ങളൊക്കെ റെഗുലർ ആയിട്ട് ചെക്ക് ചെയ്യും. അതേപോലെ തന്നെ ഒത്തിരി ഏജ്ഡ് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവില്ലേ, സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരെയൊക്കെ നമ്മൾ വീട്ടിൽ പോയിട്ട് വിസിറ്റ് ഒക്കെ ചെയ്യും. അപ്പൊ അവരുടെ റിസൾട്ടുകളൊക്കെ നമ്മൾ ഇതിൽ ഓട്ടോമാറ്റിക്കലി എന്ത് ചെയ്തിട്ടുണ്ടാവും, പാലിയേറ്റീവ് കെയർ ചെയ്യാം. അപ്പൊ ഓട്ടോമാറ്റിക്കലി എൻറ്റർ ചെയ്തിട്ടുണ്ടാവും. നമുക്കത് വെരിഫൈ ചെയ്യാനൊക്കെ എളുപ്പമായിട്ട് പറ്റും. അതർ ദാൻ
Other than chronic healthcare, RPM is useful for other care too, such as the care for senior citizen, care after discharging a patient. Patient discharge ചെയ്തതിനു ശേഷം നമുക്ക് എങ്ങനെ അവർക്ക് കെയർ പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ, ട്രീറ്റ്മെന്റ് ഫോർ ബിഹേവിയറൽ ഹെൽത്ത്, സബ്സ്റ്റൻസ് ഓഫ് അബ്യൂസ് എക്സെട്ര. അപ്പോ ബിഹേവിയറൽ ഹെൽത്തോ അല്ലെങ്കിൽ ഇപ്പോ അബ്യൂസ് ഒക്കെ ഉണ്ടല്ലോ, ഇപ്പം സെക്ഷലി അബ്യൂസ്ഡ് ആയിട്ടുള്ള പേഷ്യൻസ് ഒക്കെ ഉണ്ടാവും, അവർക്ക് ട്രീറ്റ്മെന്റ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് എടുക്കണമെന്ന് താല്പര്യം ഉണ്ടാവില്ല. സോ ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് ഉണ്ടെങ്കിൽ പേഷ്യന്റ് ഡോക്ടറിന് നേരിട്ട് ഈ ഒരു സോഫ്റ്റ്വെയർ വഴി നേരിട്ട് പേഷ്യന്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോൺടാക്റ്റിൽ വരാനും ഈ റിസൾട്ട് ഒക്കെ ഓട്ടോമാറ്റിക്കലി ഉണ്ടാവുമല്ലോ. ബിക്കോസ് നമുക്ക് പേഷ്യൻസിന് കാര്യങ്ങൾ പറയാനൊക്കെ ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഞാൻ ഒന്നും കൂടി പറയാം, റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യന്റും ഡോക്ടറും ചിലപ്പോൾ ഫിസിക്കലി അറ്റ് എ ടൈം ഒരു സ്ഥലത്തായിരിക്കില്ല. നമ്മളിപ്പോ ഡോക്ടർ സിറ്റിയിലാണെങ്കിൽ പേഷ്യന്റ് ചിലപ്പോൾ റൂറൽ ഏരിയയിലായിരിക്കും. പക്ഷെ ഇപ്പൊ ഈ ക്രോണിക് ഹെൽത്ത് ഇഷ്യൂ, സീനിയർ സിറ്റിസൺ അങ്ങനെ കേസുകളാണ് ഈ ഒരു കോമൺ ആയിട്ട് കണ്ടുവരുന്നത്, ഇങ്ങനത്തെ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് കണ്ടുവരുന്നത്. ടെസ്റ്റ് റിസൾട്ട് ഒക്കെ ഓട്ടോമാറ്റിക്കലി അവർ എന്ത് ചെയ്തിട്ടുണ്ടാവും, സോഫ്റ്റ്വെയറിലേക്ക് എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അത് നോക്കി നമ്മൾ പേഷ്യൻസിന് ഓൺലൈൻ ആയിട്ട് ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അതേപോലെ തന്നെ അബ്യൂസ്, സെക്ഷൽ അബ്യൂസ്, ബിഹേവിയറൽ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ ഉള്ള കുട്ടികളുണ്ടാവില്ലേ, വല്ല ഡിപ്രഷനോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് ട്രീറ്റ്മെന്റ് നമ്മൾ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ റിമോട്ട് അങ്ങനെ ഓൺലൈനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസിന് പറയുന്ന പേരാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്ന് പറയുന്നത്. എന്താണ് പേര്? റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ്. RPMന്റെ ഫുൾ ഫോം നോക്കാം കേട്ടോ, അതാണ് അവിടെ മെയിൻ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ. ദെൻ മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ആണ്. ഇനി ഒരു എന്താ പറയാ, ഒരു ഡാറ്റാബേസ് ആണ്. നമ്മള് പേഷ്യൻസിനെ കുറിച്ചിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും, ഈ ഒരു മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് ഹാസ് ഗ്യാതർഡ് popularly across many hospitals and large organization of medical practice. ഇതിപ്പോ പോപ്പുലർ ആയിട്ട് കണ്ടുവരുന്ന ഒരു കാര്യമാണ് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വിത്ത് ദിസ് ടെക്നോളജി വൺ റിക്വയർ ടു ഫീഡ് ദ പേഷ്യന്റ് ഇൻഫർമേഷൻ വൺസ്. നമ്മൾ ഒരു പ്രാവശ്യം പേഷ്യൻസിന്റെ ഇൻഫർമേഷൻ ഈ HMS ഈ ഒരു ടെക്നോളജിയിലേക്ക് മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിലേക്ക് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ after that it gets connected to numerous database. ഒരുപാട് ഡാറ്റാബേസ് ആയിട്ട് കണക്ട് ആവും. Therefore, this data can be useful in future for other lab tests, clinical departments. നമുക്ക് ഈ ഡാറ്റാസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും, പിന്നീട് ഫ്യൂച്ചറിൽ അത് യൂസ് ചെയ്യാനൊക്കെ പറ്റും. ഫൈൻഡിങ് ദ ഡാറ്റ മാനുവലി എവറി ടൈം ഇസ് നോട്ട് നീഡഡ് ദെൻ. എന്നുവെച്ചാൽ നമ്മൾ മാനുവലി പോയി ഡാറ്റാസ് കളക്ട് ചെയ്യുക, ഫയലുകൾ ചെക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടാണ്. സോ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സിലേക്ക് എൻ്റർ ചെയ്താൽ നമുക്കത് എവിടെ നിന്ന് വേണമെങ്കിലും ആ ഡാറ്റാസ് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. The easy of the access to patient detail is most important benefit. Finding the data manually every time is not needed. Then അങ്ങനെ വരുമ്പോൾ നമ്മൾ മാനുവലി വീണ്ടും പോയി ഡാറ്റാസ് ചെക്ക് ചെയ്യേണ്ടതായിട്ട് വരില്ല. ഈസി ആക്സസ് ടു പേഷ്യന്റ് ഡീറ്റെയിൽസ് ഇൻ ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ബെനിഫിറ്റ്സ് യൂസിങ് പേഷ്യന്റ് മാസ്റ്റർ ഇൻഡെക്സ്. നമുക്ക് പെട്ടെന്ന് പേഷ്യന്റ് ഇൻഡെക്സ് പേഷ്യന്റ് ഡാറ്റാസ് ആക്സസ് ചെയ്യാൻ പറ്റും. ഓൾസോ ഇറ്റ് ഈസ് ടോട്ടലി ഓട്ടോമാറ്റഡ്, മിനിമൈസ് പോസിബിലിറ്റി ഓഫ് ഓട്ടോമാറ്റിക്കലി ജനറേറ്റഡ് ആണ്, എറേഴ്സ് കുറവായിരിക്കും. നമുക്ക് ഇംപ്രൂവ് സേഫ്റ്റി ഓഫ് ഇൻഫർമേഷൻ, നമുക്ക് ഇൻഫർമേഷൻ സേഫ്റ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെന്താണ് പിന്നെ പറയുന്നത്, വാർപ്പിംഗ് എന്നാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അവിടെ ആ പോയിന്റ് ഇല്ലേ മക്കളെ, ആ പോയിന്റ് ഇല്ലാത്തത് നെക്സ്റ്റ് പാരഗ്രാഫ് ആണ്. ഈ ഒരു പോയിന്റ് ഇല്ല. അതേപോലെ ഈ വാർപ്പിംഗ് ഇല്ല എന്നുള്ളത് സ്മോൾ ലെറ്റർ ആണ്, ബോൾഡ് ചെയ്യണ്ട, നമുക്ക് മിസ്റ്റേക്ക് പറ്റുന്നുണ്ട്. Health information system will go on bring changes in health service. നമുക്കറിയാം ഹോസ്പിറ്റൽ ഇൻഫർമേഷൻ സിസ്റ്റം നമ്മുടെ ഹെൽത്ത് കെയർ സർവീസിൽ ഡേ ടു ഡേ ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുകയാണ്. With the assistance of powerful system in hospitals, medical procedures not only will efficiency of the professionals be increased, but also their work will become easier and more organized. നമുക്ക് ഈ ഒരു HMS ഉള്ളതുകൊണ്ട് തന്നെ മെഡിക്കൽ പ്രൊഫഷന്റെ എഫിഷ്യൻസി കൂടാനായിട്ട് കാരണം അവരുടെ വർക്ക് കുറച്ചും കൂടി ഈസിയും കുറച്ചും കൂടി ഓർഗനൈസ്ഡ് ആയിട്ടുണ്ട്. As the result, they focus on giving better care to the patient. അപ്പൊ ഇതിന്റെ ഫലമായിട്ട് പേഷ്യൻസിന് നല്ല കെയർ കൊടുക്കാനായിട്ട് അവർക്ക് പറ്റുന്നു. ഇംപ്രൂവ് പേഷ്യന്റ് എൻഗേജ്മെന്റ് ആൻഡ് കണ്ടന്റ്മെന്റ്. പേഷ്യൻസ് ആയിട്ടുള്ള നല്ല എൻഗേജ്മെന്റും ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റുന്നു. ഇൻ ഷോർട്ട്,
HIS offer win-win situation for both patients and the healthcare providers when it comes to refining care delivery service. നല്ല സർവീസ്, നല്ല ബെറ്റർ സർവീസ്, ഹെൽത്ത് കെയർ സർവീസ് നമുക്ക് പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ഈ ഒരു സിസ്റ്റം കൊണ്ട് നമുക്ക് പറ്റുന്നു. സോ ഈ റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിങ്ങും മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സും ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഞങ്ങൾക്കറിയാം കുറച്ച് ഹരിയപ്പായിട്ടാണ് എടുത്തത്, ഞാൻ ഒന്ന് കംപ്ലീറ്റ് ചെയ്യുന്നുള്ളൂ. ഈ പ്രിസ്ക്രൈബിംഗ് വരെ എടുക്കണമെന്നുണ്ടായിരുന്നു, നമ്മൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തതാണ് റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗും മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സും. നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ ഒന്നും കൂടി റിമോട്ട് പേഷ്യന്റ് മോണിറ്ററിംഗ് എന്താണ്, മാസ്റ്റർ പേഷ്യന്റ് ഇൻഡെക്സ് എന്താണ് ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം അഡ്വാൻസ് വെയിറ്റ് ചെയ്യല്ലേ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ബാക്കി പോർഷൻ എടുക്കുള്ളൂ കേട്ടോ. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും പോർഷൻ എന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ വെനസ്ഡേ നാളെ ആയിരിക്കും എന്റെ ക്ലാസ്. നല്ല രീതിയിൽ ഒന്ന് റീഡ് ചെയ്തിട്ട് വരാം. ഓക്കെ, താങ്ക് യു ഓൾ.